ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ് ഡേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കഷനിലേക്ക് പോകുന്നത് ക്ലൈമറ്റിൻ്റെ തന്നെ മറ്റൊരു ഭാഗം പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ ഓഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില തിയറീസിൻ്റെ കാര്യങ്ങളുടെ കണ്ടിന്യൂവേഷനൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഓഷനല്ല, ഇന്ത്യൻ ക്ലൈമറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ മൺസൂണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫിനോമിനാസ് ഉൾപ്പെടെ നമ്മൾ നോക്കിപ്പോയി. ഗ്ലോബൽ വിൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ശേഷമുള്ള സീസണൽ വിൻസും മറ്റ് കാര്യങ്ങളുമാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ വേൾഡ് ജിയോഗ്രഫിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കണ്ടതിൻ്റെ കുറച്ച് കണ്ടിന്യൂവേഷൻ ഉണ്ട് ഇതിനകത്ത്. അതായത് ഈ ഇന്ത്യൻ ഓഷനെ ഇന്ത്യൻ ഓഷനല്ല, ഇന്ത്യൻ ക്ലൈമറ്റിനെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ചില ആൾക്കാരൊക്കെ വേറെയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില സർക്കുലേഷൻസ് മീൻസ് അന്തരീക്ഷവും ക്ലൈമറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇപ്പോൾ എൽ നിനോ ലാനിന, പിന്നെ ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ കോൺസെപ്റ്റ് ഒക്കെ പോലുള്ള പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെയുള്ള ഏരിയാസിനകത്ത് പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന കുറച്ച് തിയറീസും കൂടി നമുക്ക് നോക്കാനുണ്ട്. ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ചധികം തിയറികളും കൂടി, തിയറി അല്ലെങ്കിൽ കുറച്ച് ഫിനോമിനാസ് കൂടി നോക്കാനുണ്ട് എന്നുള്ളതാണ് കുറച്ചുകൂടി ക്ലിയർലി പറയാൻ പറ്റുക. അപ്പോൾ IOD, ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്നൊരു പ്രതിഭാസം ഇന്ന് ഡിസ്കഷനിൽ വരുന്നുണ്ട്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് മെയ്ഡൻ ജൂലിയൻ ഓസിലേഷൻസ്, അങ്ങനത്തെ ചില 1-2 തിയറീസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ വരും. ശേഷം നമ്മൾ ലോക്കൽ വിൻസിനെ പറ്റിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസും കൂടി, കുറച്ച് ലോക്കൽ വിൻസും ആ ലോക്കൽ വിൻസ് എന്താണെന്നും അതിൽ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പല പ്രദേശത്ത് വരുന്ന ആ ഒരു വിൻസിനെ പറ്റിയിട്ടുള്ള പേരുകൾ ഉൾപ്പെടെ ഒന്ന് നമ്മൾ പഠിക്കാൻ പോവുകയും ഇന്ത്യയിൽ കാണുന്ന ചില ലോക്കൽ വിൻസിനെയൊക്കെ ഒന്ന് പരിശോധിക്കുകയും കൂടി ചെയ്യും. അത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും സഹകാരി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊന്ന് കടന്നു പോകേണ്ടതുണ്ട്. ആദ്യ ചോദ്യം, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണെന്നാണ്. കാൽബൈശാഖി, ലൂ, വാണിജ്യക്കാറ്റുകൾ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല എന്ന്. ഉത്തരം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇല്ല എങ്കിൽ ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾ ഇതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യം, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദത്തെ വിളിക്കുന്ന പേരെന്ത്? ചിനൂക്ക്, മാംഗോ ഷവർ, ഫൺ, അതുപോലെ ഹർമാട്ടൻ. ഇതിൽ ഏതാണ് ഈ മാങ്ങ പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനും ഒക്കെ കാരണമാകുന്ന കാറ്റ് എന്നുള്ളതാണ് ചോദ്യം. അത് ദക്ഷിണേന്ത്യയിൽ വീശുന്നൊരു കാറ്റുമാണ്. ചോദ്യത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരവും വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഓപ്ഷനിൽ നിന്ന് ഏതാണെന്നുള്ളത്. ബട്ട് എനിഹൗ ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം പറയാനില്ല, പിന്നെ നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം തന്നെയാണ് അല്ലേ. അടുത്ത ചോദ്യം, ഡോക്ടർ കാറ്റെന്ന് വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ഡോക്ടർ വിൻഡ് അല്ലേ, ഡോക്ടർ വിൻഡ് എന്നൊക്കെ പറയുന്ന ഡോക്ടർ കാറ്റ് എന്ന് പറയുന്ന പ്രാദേശികവാദം ഏതാണ്? ഹർമാറ്റനാണോ, ചിനൂക്കാണോ, ലൂ ആണോ, ഫോൺ ആണോ എന്നാണ് ചോദ്യം. ഇതും ഇന്നത്തെ ഡിസ്കഷൻ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഈ ഡോക്ടർ കാറ്റെന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്നയാൾ എന്നുള്ളത് തിരിച്ചറിയും. ഇവിടെ ഞാൻ അതിൻ്റെയും ഉത്തരം പറയുന്നില്ല. അടുത്ത ചോദ്യം, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന സ്നോ ഈറ്റർ എന്ന് അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഹർമാട്ടൻ, ചിനൂക്ക്, ലൂ, ഫോൺ. കണ്ടോ, ഈ പേരുകളൊക്കെ സിമിലറാണ്. എല്ലാ ചോദ്യത്തിലും വന്നിരിക്കുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ ഒട്ടുമുക്കാൽ നോക്കിയാൽ ഓപ്ഷൻസ് റിമെയിൻസ് ദ സെയിം. മീൻസ് ആ ചുരുങ്ങിയ ചില ലോക്കൽ വിൻസിനെ പറ്റിയിട്ടുള്ള പഠനം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ഒന്നിലധികം ചോദ്യങ്ങളായിട്ട് ഈ സാധനം വന്നുകൊണ്ടിരിക്കും. അതായത് പല പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെയാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം, ലോക്കൽ വിൻസിൽ നിന്നുള്ള ചോദ്യം വരുമ്പോൾ. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇവിടെയും ചോദ്യം മറ്റേതോ ഒരു വിൻഡിനെ പറ്റിയിട്ടാണ് ചോദ്യം എന്നുള്ളതാണ്. ഇതും നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നോക്കുന്നുണ്ടാവും. മറ്റൊരു ചോദ്യം, പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് വീശുന്ന കാറ്റിനെ എങ്ങനെ അറിയപ്പെടുന്നു? പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, കടൽക്കാറ്റ്, കരക്കാറ്റ്. സിമ്പിൾ ചോദ്യമാണ്. പർവ്വത താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പോകുന്ന കാറ്റാണ് അല്ലേ, മുകളിലേക്ക് വീശുന്ന കാറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റിന് പേര് കൊടുക്കുന്നത് വരുന്ന ദിശയിൽ നിന്നാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ, റൈറ്റ്. മൗണ്ടൻ ആൻഡ് വാലി വിൻസ് എന്ന് പറയുന്ന രീതിയിൽ 2 കാറ്റുകളെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, പർവ്വതക്കാറ്റ് എന്ന് പറയുമ്പോൾ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന കാറ്റാണ്. ഡ്യൂറിങ് ഡേ ടൈം, കണ്ടോ, ഡേ ടൈം the slope of the mountains get heated up and the air moves up slope and to fill the resulting gap in the air.
ഫ്രം ദി വാലി ബ്ലോസ് അപ്പ് റിലേറ്റീവ്ലി. ദിസ് വിൻഡ് ഇസ് നോൺ ആസ് വാലി ബ്രീസ്, താഴ്വരക്കാറ്റ് അല്ലേ. കാരണം പർവ്വതച്ചെരുവുകൾ ചൂടായി പർവ്വതച്ചെരുവുകളിൽ നിന്നുള്ള കാറ്റ് മുകളിലേക്ക് ഉയർന്ന് പോകുമ്പോൾ, എയർ മുകളിലേക്ക് ഉയർന്ന് പോകുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി താഴ്വരയിൽ നിന്ന് കാറ്റുകൾ ഇരമ്പി മുകളിലേക്ക് പർവ്വതത്തിൻ്റെ സൈഡിലേക്ക് കയറുന്നുണ്ടാവും. താഴ്വരയിൽ നിന്ന് വരുന്ന കാറ്റുകളായതുകൊണ്ട് തന്നെ താഴ്വരക്കാറ്റെന്ന് വിളിക്കും. എപ്പോഴും കാറ്റിന് നമ്മൾ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചിട്ടുള്ളതാണ്. കാറ്റ് വരുന്ന ദിശ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ കാറ്റിന് പേര് കൊടുക്കുക. സോ വരുന്നത് താഴ്വരയിൽ നിന്നാണെങ്കിൽ അതിനെ താഴ്വരക്കാറ്റെന്നും, വരുന്നത് പർവ്വതത്തിൽ നിന്നാണെങ്കിൽ അതിനെ പർവ്വതക്കാറ്റെന്നായിരിക്കും നമ്മൾ പേരിട്ട് വിളിക്കുക എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. മറ്റൊരു ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. പ്രാദേശികവാദമല്ലാത്തത്, ലോക്കൽ വിൻഡ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ചിനൂക്ക്, ലൂ, ചക്രവാതം, ഹെർമാറ്റൻ. ഇതിലേതാണ് ഉത്തരവെന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്, സിമ്പിൾ ഉത്തരവുമാണ്. നമ്മളിതിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞിട്ടുള്ള കാര്യവുമായിരിക്കും. എന്തായാലും അടുത്ത ചോദ്യം, ഇത് കഴിയുമ്പോൾ നമുക്കതും അറിയാം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത്? കണ്ടോ, വീണ്ടും ഒരു കാറ്റിനെ പറ്റി തന്നെ ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ സെയിം ആണ്, ലൂ, ഹെർമാറ്റൻ, ചിനൂക്ക്, ഫൺ. കണ്ടോ, റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. അറിയാവുന്നവർക്ക് ഇതും കൃത്യമായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന സാധനമാണ്. ഉത്തരം നമുക്കിത് ഓൾറെഡി അറിയുന്ന കാര്യമാണെന്നാലും പതിയെ പതിയെ നോക്കാം. ബംഗാളിലും അസമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കാറ്റാണേത്? ലൂ ആണോ, മാംഗോ ഷവറാണോ, ബ്ലോസം ഷവറാണോ, നോർ വെസ്റ്ററാണോ എന്നുള്ളത് ചോദ്യം. ഇത് കുറച്ചുകൂടി ഇന്ത്യൻ മൺസൂണുമായി ബന്ധപ്പെട്ടായിട്ട് പറയാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ പറയാവുന്നത് കൂടിയാണ്. എനിഹൗ ഉത്തരം നമുക്കറിയാം ആരാണ് എന്ന് അല്ലേ. അടുത്ത ചോദ്യം, മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണ്? മൺസൂണിന് മുമ്പ് പ്രീ മൺസൂൺ ഷവേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. മൺസൂൺ കാലത്തിന് മുൻപായി നമുക്ക് കേരളത്തിൽ കിട്ടുന്ന ചില മഴക്കാറ്റുകളും മഴയും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതെന്നാണ് ഇതിലുള്ളതിൽ ഏതെന്നാണ് ചോദ്യം. ചിനൂക്കാണോ, ലൂ ആണോ, കാൽബൈശാഖിയാണോ, മാംഗോ ഷവറാണോ? സിമ്പിൾ ഉത്തരം, സിമ്പിൾ ചോദ്യം, യെസ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ റീജിയൻ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിൽ ബഹുഭൂരിഭാഗം വരുന്ന ചോദ്യങ്ങളും കണ്ടിരിക്കുന്നത് റീജിയണൽ വിൻഡ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ മുന്നിൽ നിർത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. കാരണം ഇന്ന് നമ്മളത് പഠിക്കുന്നുണ്ട്, റീജിയണൽ വിൻഡ്സ് നോക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ആൾക്കാരുടെ എല്ലാവരുടെയും വിശേഷണങ്ങളെ വെച്ചുകൊണ്ട് നമ്മളിന്ന് കണ്ട ചോദ്യങ്ങളൊക്കെയും കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്ന തലത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു ബാക്കി തിയറി നോക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. എന്താണ് ഈ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്ന അന്തരീക്ഷ ഫിനോമിന എന്നുള്ളത് നോക്കണം. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ, പൊതുവേ ഡൈപോൾ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് രണ്ട് ധ്രുവങ്ങൾ എന്നുള്ള ഒരു അർത്ഥമാണല്ലോ, ടു പോൾസ്. അതിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുക. കാരണം ഡൈ എന്ന വാക്കിന് അർത്ഥം ടു എന്നാണ് അല്ലേ, രണ്ട് എന്നാണ്. പോൾ മീൻസ് ധ്രുവങ്ങൾ എന്നാണ്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ? ചുരുക്കനാമത്തിൽ നമ്മൾ IOD എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ ഓഷൻ്റെ കാര്യത്തിൽ പർട്ടിക്കുലർലി നമ്മളിപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇരുഭാഗങ്ങളിലായിട്ട് രണ്ട് സമുദ്ര മേഖലകളെ സൂചിപ്പിക്കാറുണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തായിട്ട് വെസ്റ്റേൺ സൈഡിലായിട്ട് നമ്മൾ അറബിക്കടലിനെ പറ്റിയിട്ടുള്ളൊരു സൂചന നൽകുകയും, അല്ലെങ്കിൽ അറബിക്കടലാണെന്ന് പറയുകയും, അതുപോലെ ഇന്ത്യൻ പെനിൻസുലയുടെ കിഴക്കൻ ഭാഗത്ത് ഈസ്റ്റേൺ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന സമുദ്രമുള്ളതായിട്ട് നമുക്കറിയാം. ആ സമുദ്രം ബേ ഓഫ് ബംഗാളിൽ മാത്രം നിൽക്കുന്നതല്ല, ബേ ഓഫ് ബംഗാളിൽ നിന്ന് വീണ്ടും ഫർദർ ഈസ്റ്റോടൊക്കെ മൂവ് ചെയ്യും, ആൻഡമാൻ സീ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പിന്നെയും കുറച്ചുകൂടി ഈ സുമാത്രൻ കോസ്റ്റ് ഇന്തോനേഷ്യയുടെ ഭാഗത്തോട്ടൊക്കെ അത് മൂവ് ചെയ്യുന്നുണ്ടാവും. എനിഹൗ, പ്രഥമ ദൃഷ്ടിയാൽ നമുക്കിപ്പോൾ പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ അതിനെ ഈസ്റ്റേൺ സൈഡ് ഓഫ് ദി ഇന്ത്യൻ ഓഷനെ നമ്മുടെ എന്താ പറയുക ബേ ഓഫ് ബംഗാൾ എന്ന്, വെസ്റ്റേൺ സൈഡ് ഓഫ് ഇന്ത്യൻ ഓഷൻ നമ്മുടെ അറേബ്യൻ സീ ആണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും. ആണല്ലോ, ക്ലിയർ ആണ്. അപ്പോൾ ഇന്ത്യൻ ഓഷനിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ പറയുന്ന ഈ രണ്ട് ചുറ്റുപാടുകളെ അപേക്ഷിച്ചുകൊണ്ട് സമുദ്രജലത്തിൽ ഉഷ്ണ കാറ്റുകൾ, അല്ലെങ്കിൽ സമുദ്രജലത്തിൽ ചൂടുള്ള കാറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനം കാരണം സമുദ്രജലപ്രവാഹം, അതായത് സമുദ്രജലപ്രവാഹമല്ല, സമുദ്രജലത്തിൻ്റെ ചൂടുള്ളതും തണുപ്പുള്ളതുമായിട്ടുള്ള സമുദ്രജലത്തിൻ്റെ വേരിയബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, രണ്ടിടങ്ങളിലും മാറി മാറിയുള്ള ഡിസ്ട്രിബ്യൂഷൻ കാരണം ഒരു എന്താ പറയുക ഒരു ഡൈപോൾ ഇന്ത്യൻ ഓഷൻ മേഖലയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിൽ. അതായത് ഒരു ഭാഗത്ത് മഴ ഉണ്ടാവുന്ന കണ്ടീഷനും മറുഭാഗത്ത് മഴ ഇല്ലാതിരിക്കുന്ന കണ്ടീഷനും നേരെ റിവേഴ്സ് തിരിച്ചു. ആദ്യം ഉണ്ടായിടത്ത് മഴയില്ലാത്തതും രണ്ടാമത്തെ സ്ഥലത്ത് മഴ ഉണ്ടാവുന്നതുമായിട്ടുള്ള കണ്ടീഷൻ മാറി മാറി ഇന്ത്യൻ ഓഷൻ റീജിയനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുക ബേസിക്കലി. സോ ദി ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ഇസ് എ ഫിനോമിനൻ നോൺ ആസ് ദി ഇന്ത്യൻ നിനോ. നമ്മൾ എൽ നിനോ എന്ന് പറയുന്നതും സിമിലർ ആയിരുന്നു അല്ലേ. എൽ നിനോ എന്തായിരുന്നു സംഭവം?
എൽനിനോ എന്ന് പറയുന്നത് പസഫിക് ഓഷനിൽ, ഇത് പസഫിക് ഓഷനിൽ ഈസ്റ്റേൺ പസഫിക് ഓഷനിൽ നിന്ന് വെസ്റ്റേൺ പസഫിക് ഓഷനിലേക്ക് സാധാരണഗതിയിൽ ട്രേഡ് വിൻസ് വീശുന്നതായിരുന്നു നോർമൽ കണ്ടീഷനെങ്കിൽ, ഈ ട്രേഡ് വിൻസ് വീക്കർ ആവുന്ന കണ്ടീഷൻ അല്ലേ, വീക്കർ ട്രേഡ് വിൻസ് ഉണ്ടാവുന്ന കണ്ടീഷനിൽ വാർമർ വാട്ടർ എവിടെ തന്നെ അക്യൂമുലേറ്റ് ചെയ്യും? വാർമർ വാട്ടർ ഈസ്റ്റേൺ പസഫിക്കിൽ അക്യൂമുലേറ്റ് ചെയ്യപ്പെട്ട് വെസ്റ്റേൺ പസഫിക് റീജിയൻസിൻ്റെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്കൊരു ഡ്രൈ സ്പെൽ ക്രിയേറ്റ് ചെയ്ത കണ്ടീഷനായിരുന്നു എന്തെന്ന് പറയുന്നത് എൽനിനോ എന്ന് പറയുന്നത്. എങ്കിൽ ഈ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തെ നമുക്കിങ്ങനെ വിശേഷിപ്പിക്കാമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇന്ത്യൻ നിനോ. അതിനെന്തെന്ന് വിളിക്കുന്നു? ഇന്ത്യൻ നിനോ എന്ന് വിളിക്കുന്ന പ്രതിഭാസം ഏതെന്ന ചോദ്യത്തിന് ഉത്തരം ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ആണ്. ഇറ്റ് കൺസിഡേഴ്സ് ദ ഡിഫറൻസസ് ഇൻ സീ സർഫസ് ടെമ്പറേച്ചേഴ്സ് ബിറ്റ്വീൻ ആരൊക്കെയാണ്? ദ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ, അതായത് അറേബ്യൻ സീ, ആൻഡ് ദി ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ, അതായത് ദ സുമാത്രൻ കോസ്റ്റ്, അതായത് ബേ ഓഫ് ബംഗാൾ. അപ്പോൾ എൽനിനോയുടെ കാര്യത്തിലും സിമിലർ സിറ്റുവേഷൻ തന്നെയായിരുന്നു അല്ലേ. ഈസ്റ്റേൺ പസഫിക്കിനെയും വെസ്റ്റേൺ പസഫിക്കിലും ഉള്ള സമുദ്രജലത്തിലെ ടെമ്പറേച്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസസ് കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ഫിനോമിനാസിനെ അഫക്റ്റ് ചെയ്ത കണ്ടീഷനായിരുന്നു എൽനിനോ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുമ്പോൾ സിമിലർ ആണ്. അവിടെ പസഫിക് ഓഷനിൽ സംഭവിച്ച പരിപാടി ഇവിടെ നടക്കണു ഇന്ത്യൻ ഓഷനിൽ. ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ്റെ കോൺസെപ്റ്റിൽ ഈ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ അറേബ്യൻ സീ വാട്ടേഴ്സ്. ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സുമാത്രൻ കോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരും, ബേ ഓഫ് ബംഗാളിൻ്റെ ഈസ്റ്റേൺ മോസ്റ്റ് സൈഡിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ക്ലിയർ ആണല്ലോ. ദീസ് ടു റീജിയൻസ് ആർ കൺസിഡേർഡ് ആസ് ദി ടു പോൾസ് ഓഫ് ദി ഇന്ത്യൻ ഓഷൻ ആൻഡ് ദാറ്റ് ഈസ് വൈ ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ. അപ്പോൾ ഈ രണ്ട് മേഖലകളിലുമുള്ള താപനില, സമുദ്രജലത്തിൻ്റെ താപനിലയിലെ ഡിഫറൻസ് പരിഗണിച്ചുകൊണ്ട് ഉണ്ടാകുന്ന അന്തരീക്ഷ പ്രതിഭാസമായതുകൊണ്ടാണ് ഇതിനെ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ എന്താ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ? ഇറ്റ് ഇസ് ദ ഫിനോമിന കോൾഡ് ദി ഇന്ത്യൻ നിനോ വിച്ച് കൺസിഡേഴ്സ് ദ സീ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെ സീ സർഫസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ ആൻഡ് ദ ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ. കിഴക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും പടിഞ്ഞാറേ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും സമുദ്ര ഉപരിതല താപനിലകളെ പരിഗണിച്ചുകൊണ്ട് അവയിലെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് അന്തരീക്ഷത്തിലെ ഘടകങ്ങൾക്ക് മാറ്റം വരുന്നതിനെ പഠിക്കുന്ന പ്രതിഭാസമാണ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുക. അപ്പോൾ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷനെയും ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന രണ്ട് പോളുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ്, ഇന്ത്യൻ ഓഷൻ്റെ രണ്ട് ധ്രുവങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ഈ ഡൈപോൾ എന്ന പേര് തന്നെ വിശേഷിപ്പിക്കുവാനായിട്ട് കാരണം എന്നുള്ളതാണ്. So this phenomenon influences the effect of both El Nino and La Nina with a reference to the Indian monsoon. ഇപ്പോൾ ഇന്ത്യയിൽ മഴ കിട്ടുന്നതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് എൽ നിനോ ലാ നിന പോലുള്ള പ്രതിഭാസം ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കും. ഇപ്പോൾ എൽ നിനോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ മൺസൂൺ വളരെയധികം കുറവായിരിക്കുമെന്നും അല്ലെങ്കിൽ വളരെയധികം ഡിലേഡ് ആയിരിക്കുമെന്നും, അതുപോലെ ലാനിന എന്ന് പറയുന്ന പ്രതിഭാസമാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ശക്തമായ ഒരു മൺസൂണും പ്രളയ സമാനമായ സാഹചര്യങ്ങളും ഉണ്ടാകാൻ സഹായിക്കുന്ന തരത്തിൽ പോലും നല്ലപോലെ മഴ കിട്ടുന്ന കണ്ടീഷൻ ഉണ്ടാകും എന്നുള്ളതും പഠിച്ചതാണ് ഇന്ത്യൻ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മൺസൂണുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഈ എൽനിനോ ലാനിന എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ പറയുന്ന അയോഡിയുടെ ഏതെങ്കിലും ഒരു ഫേസ് ഉണ്ട് എങ്കിൽ, ഇന്ത്യൻ ഓഷൻ ഡൈപോളിൻ്റേതായ ഒരു ക്ലച്ചസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ എൽനിനോയുടെയും ലാനിനോയുടെയും ഇഫക്റ്റിനെ ഒന്നുകിൽ അഗ്രവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം. മനസ്സിലായോ? അതെന്താണ് ഇന്ത്യൻ ഓഷൻ ഡൈപോളിൻ്റെ ഏത് ഫേസാണ് അവിടെ നിലവിലുള്ളത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. കൂടുതൽ നമുക്ക് മഴ കിട്ടിക്കാനുള്ള ഫേസാണ് നിൽക്കുന്നതെങ്കിൽ അതിനോടൊപ്പം എൽനിനോ ആണ് വരുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് മഴയൊക്കെ കിട്ടി അങ്ങ് പോകും. കാരണം നമുക്ക് മഴ കിട്ടാനുള്ളൊരു സ്കോപ്പും മഴ കിട്ടാതിരിക്കാനുള്ളൊരു സ്കോപ്പും രണ്ടും കൂടെ തമ്മിൽ ക്ലബ് ചെയ്യുക. അപ്പം നോർമൽ മഴ നമുക്ക് കിട്ടും. ഇനി ഇവിടെ ഇന്ത്യൻ ഓഷൻ ഡൈപോളിൽ നമുക്ക് മഴ കിട്ടാത്തൊരു സിറ്റുവേഷനാണ് നിലവിലുള്ളതെന്നുണ്ടെങ്കിൽ അത് എൽനിനോയുമായിട്ട് കമ്പൈൻ ചെയ്താലോ എക്സ്ട്രീംലി ഹൈ ആയിട്ടുള്ള വരൾച്ച നേരിടുന്ന കണ്ടീഷനിലേക്ക് ഇന്ത്യ പോകേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സമാനമായ രീതിയിൽ ലാനിനയുടെ കേസിലും പറയാൻ പറ്റുമേ. അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് എൽനിനോയെയും ലാനിനെയും ഒക്കെ തന്നെയും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് തന്നെ നിൽക്കുന്ന ഘടകമാണ്. അതായത് എൽനിനോയുടെയും ലാനിനയുടെയൊക്കെ എഫക്റ്റ് ഇന്ത്യൻ ഓഷനിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ വേണം എന്നുള്ളത് ഇന്ത്യൻ ഓഷൻ ഡൈപോളിനെ കൂടി നിർണ്ണയിച്ചിരിക്കുന്ന ഘടകം തന്നെയാണെന്ന് മനസ്സിലാക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം, ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഫിനോമിനാസാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ എൽനിനോ സദേൺ ഓസിലേഷൻ അല്ലെങ്കിൽ എൽനിനോ എന്നൊക്കെ പറയുന്ന പ്രതിഭാസം പൂർണ്ണമായും ആ ഒരു പസഫിക് ഓഷനെ റിലേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഇന്ത്യൻ ഓഷനുമായിട്ട് ബന്ധം ഡയറക്റ്റായിട്ട് ഒരു കാരണവശാലും വരുന്നില്ല. മഴ ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഫ്ലുവൻസ്, ക്ലൈമറ്റിൽ മഴ ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യക്കും ബാധകമാകുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് ഇന്ത്യൻ ഓഷനിലുള്ള ഈ പറയുന്ന IOD ഫേസ്, ഇന്ത്യൻ ഓഷൻ ഡൈപോളും
എൽനിനോയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരുന്നോണം. പരസ്പരം രണ്ടും പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നേരിട്ട് ഇവർ തമ്മിൽ കണക്റ്റഡ് ഒന്നും അല്ലെങ്കിൽ പോലും എൽനിനോയുടെ ഇഫക്റ്റ് ആർക്ക് കിട്ടുന്നുണ്ട്? എൽനിനോ ലാനിനോ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യൻ മൺസൂണിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷൻ ഡൈപോളും ഇന്ത്യൻ മൺസൂണിനെ ബാധിക്കുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരസ്പരം ആരും തമ്മിൽ കണക്റ്റഡ് മീൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഇന്ത്യൻ ഓഷൻ ഡൈപോളും എൽനിനോ ലാനിനയും തമ്മിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറഞ്ഞുതരാമേ. ഒരു കല്ല്, ഓക്കെ, അത് നമുക്ക് പറഞ്ഞുതരാം എങ്ങനെ അത് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ എന്തായാലും ഇത് അറിഞ്ഞിരിക്കുക ഇന്ത്യൻ ഓഷൻ ഡൈപോളിൻ്റെ ഒരു കണ്ടീഷൻ. ഓക്കെ, ഈ ഇന്ത്യൻ ഓഷൻ ഡൈപോള് 3 ഫേസസ് ആയിട്ട്, ക്ഷമിക്കുക 2 ഫേസസ് ആയിട്ട് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഒരു നെഗറ്റീവ് ഫേസും ഒരു പോസിറ്റീവ് ഫേസും. അതായത് പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും നെഗറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. നമ്മളവിടെ എൽനിനോ പഠിച്ചപ്പോൾ 3 ഫേസ് പറഞ്ഞായിരുന്നില്ലേ? ആ ഓർമ്മയിലെ ഞാൻ 3 പറഞ്ഞത് കേട്ടോ. അതായത് ഒരു എൽനിനോ ഫേസ്, ഒരു ലാനിന ഫേസ്, ഒരു ന്യൂട്രൽ ഫേസ് എന്ന രീതിയിൽ നമ്മൾ 3 ഫേസ് പറഞ്ഞതുപോലെ ഇന്ത്യൻ ഓഷൻ ഡൈപോളിന് ഇവിടെ നമുക്ക് 2 ഫേസസ് പറയാനായിട്ട് സാധിക്കും. ഒരു പോസിറ്റീവ് അയോഡിയും ഉണ്ട്, ഒരു നെഗറ്റീവ് അയോഡിയും ഉണ്ട്. പോസിറ്റീവ് അയോഡിയും ഉണ്ട്, ഒരു നെഗറ്റീവ് അയോഡിയും ഉണ്ട്. സി, ഇൻ എ പോസിറ്റീവ് അയോഡി ഇവൻറ്റ് the typical temperature gradient is reversed or significantly enhanced. എന്ന് പറഞ്ഞാൽ the westerly winds along the equator weakens. westerly winds എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെസ്റ്റർലീസ് എന്ന് വിളിക്കുക. സോ ഇതാണ് വെസ്റ്റർലി വിൻസ്. the westerly winds weakens and sometimes easterly winds form. ഈ വെസ്റ്റർലീസ് വീക്ക് ആവുന്നുള്ളത് മാത്രമല്ല, ചില സമയത്ത് ഈസ്റ്റർലി വിൻഡുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് ദിസ് അലൗസ് ദ വാം വാട്ടർ ടു ഷിഫ്റ്റ് ടുവേർഡ്സ് ദ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ, അല്ലെങ്കിൽ ടു ലൊക്കേറ്റ് ഇൻ ദ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ. അപ്പോൾ ഈ ട്രേഡ് വിൻഡുകൾ വെസ്റ്റേർലീസ് ആയിട്ടുള്ള എന്താ പറയുക വിൻസ്, ഇക്വേറ്ററിൻ്റെ ഭാഗത്തോട്ട് ഒഴുകുന്ന വെസ്റ്റേർലീസ് ആയിട്ടുള്ള വിൻസ് വീക്കൺ ചെയ്യുന്ന കണ്ടീഷനിൽ, അല്ലേ, വീക്കൺ ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ എൽനിനോയുടെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഹോട്ട്, അതായത് നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷനിലുള്ള ഹോട്ട് സർഫസ് വാട്ടർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യില്ല, ഈസ്റ്റേൺ ഭാഗത്തേക്ക് മൂവ് ചെയ്യാണ്ട് വെസ്റ്റേൺ കോസ്റ്റിൽ തന്നെ നിൽക്കും. മാത്രമല്ല അതിനോടൊപ്പം ചിലപ്പോൾ ഈസ്റ്റേർലീസും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഉറപ്പായിട്ടും ഈ വാം ആയിട്ടുള്ള വാട്ടർ വിൽ റിമെയിൻ ഇൻ ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ ഓഷൻ. ആ ഒരു വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ സൈഡിൽ തന്നെ നിലനിൽക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ആഫ്രിക്കൻ കോസ്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ആഫ്രിക്കൻ തീരദേശത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്. While the cold water from the deep ocean rises in the eastern Indian Ocean region. സ്വാഭാവികമായിട്ടും ഈ ഭാഗത്ത് തണുപ്പ് തന്നെ ആയതുകൊണ്ട് ചൂടുവെള്ളം ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ തണുത്ത വെള്ളം, കോൾഡ് വാട്ടറിൻ്റെ അപ്വെല്ലിങ് എവിടെ നടക്കുന്നുണ്ടാവും? ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷനിൽ നടക്കുന്നുണ്ടാവും. കോൾഡ് വാട്ടറിൻ്റെ അപ്വെല്ലിങ് നടക്കുന്നുണ്ടാവും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെ നോക്കിയാൽ അറിയാം. ഇതാണ് നമ്മുടെ ഇന്ത്യ, ഇത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഈ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ സൈഡ്, അത് നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ കോസ്റ്റൽ ഭാഗം, ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റൽ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് വാമർ ദാൻ നോർമലിനേക്കാൾ കൂടുതൽ വാമറായിട്ടുള്ള വെള്ളത്തിൻ്റെ അക്യുമുലേഷൻ കാണാം. ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് തണുത്ത് നിൽക്കുന്ന കൂളറായിട്ടുള്ള അന്തരീക്ഷത്തിലുള്ള വെള്ളവും കാണാം. ആഫ്രിക്കൻ കോസ്റ്റ്, സുമാത്ര, ഇന്തോനേഷ്യ ഒക്കെ പോലുള്ള സ്ഥലങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് കൂളറായിട്ട് നിൽക്കുന്ന ഓഷൻ സർഫസ് വാട്ടറും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യം ഈ വാം വാട്ടർ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ നിന്നുള്ള കോൾഡ് വാട്ടർ അപ്പുറത്ത് നിന്ന് അപ്വെൽ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. ഇനി ഒന്ന് മാറ്റട്ടെ. അറ്റ്മോസ്ഫിയറിക് ഇമ്പാക്ട്, ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിക് ഇമ്പാക്റ്റ് എന്താണ് നോക്കിക്കേ. കൺവെക്ഷൻ ഷിഫ്റ്റ് വെസ്റ്റ് വേർഡ്, സ്വാഭാവികമല്ലേ? കാരണം വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ സൈഡ് ഇപ്പോൾ വാമായിട്ട് നിൽക്കുകയാണ് മക്കളെ. സി, വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ ഈസ് വാമർ ദാൻ യൂഷ്വൽ നൗ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കാര്യമായ രീതിയിൽ എന്തുണ്ടാവുക, ഇവോപ്പറേഷൻ സംഭവിക്കുകയും ഈ ഭാഗത്ത് കാര്യമായ രീതിയിൽ കൺവെക്ഷൻ കറൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടാവും. അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോവുകയും എന്നാൽ അന്തരീക്ഷത്തിൽ ബാഷ്പം, ഈ സമുദ്രതലത്തിൽ നിന്നുള്ള ബാഷ്പവും മുകളിലേക്ക് പോവുകയും ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാവും. സോ കൺവെക്ഷൻ മുകളിലേക്ക് നടക്കുന്നുണ്ട്, കൺവെക്ഷൻ വെസ്റ്റിലേക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ദിസ് ലീഡ് ടു ദി ഇൻക്രീസ് ഇൻ റെയിൻഫോൾ ആൻഡ് പൊട്ടൻഷ്യൽ ഫ്ലഡിംഗ് ഇൻ ദി ഈസ്റ്റ് ആഫ്രിക്കൻ ആൻഡ് പാർട്സ് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇത്രയും ചൂട് കൂടി നിൽക്കുന്നത് ഈ വെസ്റ്റേൺ സൈഡ് ആയതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ എല്ലിനോ പറഞ്ഞ സെയിം കണ്ടീഷൻ, വെസ്റ്റേൺ സൈഡിൽ ചൂട് കൂടുതലാണെങ്കിൽ ആ ഭാഗത്ത് എന്ത് കിട്ടും? ഈ മുകളിലേക്ക് ഇവോപ്പറേറ്റ് ചെയ്തു പോയ വാട്ടർ മോളിക്യൂൾസ് എല്ലാം മുകളിൽ ചെന്ന് കണ്ടൻസ് ചെയ്ത് കാര്യമായ രീതിയിൽ മഴയായിട്ട് മാറുകയും അവൻ തണുത്തുറങ്ങ് ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷനിൽ ചെന്ന് സങ്കൺ ചെയ്യുന്നതുമായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഈ സൈഡിലൊരു ഹൈ പ്രഷറും ഇവിടെ ഒരു ലോ പ്രഷർ റീജിയനും പോലെ എന്ന രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കണ്ടീഷൻ കാണാൻ പറ്റും പോസിറ്റീവ് അയോഡി ഫേസിൽ. എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിലും അതുപോലെ ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിലും പർട്ടിക്കുലർലി ഇന്ത്യക്ക് കിട്ടുമെന്ന് തന്നെ പറയാം. ഇന്ത്യക്കും ആഫ്രിക്കയ്ക്കും പോലുള്ള സ്ഥലങ്ങൾക്കിടയിൽ കാര്യമായ രീതിയിൽ എന്ത് കിട്ടുന്നുണ്ടാവുക? റെയിൻഫോള്
റെയിൻഫോൾ കിട്ടുന്ന കണ്ടീഷൻ വരും. അപ്പോൾ പോസിറ്റീവ് IOD ആണെങ്കിൽ, ഇന്ത്യൻ ഓഷൻ ഡൈപോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്താ ചെയ്യുക? റെയിൻഫോൾ ഇൻക്രീസ് ഇൻ റെയിൻഫോൾ ആയിരിക്കും. ഇന്ത്യക്ക് മഴ കൂടുതൽ കിട്ടും. ഇന്ത്യക്ക് മാത്രമാണോ കിട്ടുക? നോ. ആൻഡ് ആഫ്രിക്കയിൽ എവിടെ? ഈസ്റ്റേൺ കോസ്റ്റ്. ആഫ്രിക്കയിൽ പർട്ടിക്കുലർലി ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയനിൽ കൂടുതൽ മഴ കിട്ടുന്ന കണ്ടീഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ പോസിറ്റീവ് ഫേസ് ഓഫ് ദി ഇന്ത്യൻ ഓഷൻ ഡൈപോൾ. അപ്പോൾ പോസിറ്റീവ് ഫേസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? വെസ്റ്റേർലി വിൻസ് വീക്കണായി ചൂടുവെള്ളം വെസ്റ്റേൺ ഇന്ത്യൻ ഓഷനിൽ തന്നെ തങ്ങി നിൽക്കുന്ന കണ്ടീഷനിലാണ് പോസിറ്റീവ് IOD ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. Conversely, the eastern side experiences a suppressed convection leading to drought and increase bushfire risks. അപ്പോൾ ഈ സൈഡിൽ താരതമ്യേന നമുക്ക് എന്താ ഇല്ലല്ലോ, ഏതാ ചൂടില്ലാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ കൺവെക്ഷൻ സപ്രസ്ഡ് ആവും. കൺവെക്ഷൻ സപ്രസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിറങ്ങിയ തണുത്ത എയർ താഴേക്ക് വന്ന് ഇറങ്ങുന്നതുകൊണ്ടേ ഇവിടുന്ന് മുകളിലേക്കുള്ള കൺവെക്ഷൻ ഇത് സപ്രസ് ചെയ്യും. ഇവിടുന്ന് മുകളിലേക്ക് റൈസ് ചെയ്ത് പൊങ്ങുന്ന ഹീറ്റഡ് ആയിട്ടുള്ള എയർ റൈസ് ചെയ്ത് പൊങ്ങുന്ന കണ്ടീഷനെ സപ്രസ് ചെയ്യും. പൊതുവെ ഇവിടെ ഹീറ്റഡ് ആയിട്ടുള്ള എയർ കുറവായിരിക്കും, ഉള്ള എയർ മുകളിലേക്ക് പോകുന്നതിനെ കൂടി അത് സപ്രസ് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ ഭാഗത്ത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും വരൾച്ച അനുഭവപ്പെടുന്ന കണ്ടീഷനായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ദി പോസിറ്റീവ് ഫേസ് ഓഫ് IOD. ഇപ്പോൾ IOD പോസിറ്റീവ് ആവുന്ന സമയത്ത്, ഇന്ത്യൻ ഓഷൻ ഡൈപോൾ പോസിറ്റീവ് ആവുന്ന സമയത്ത് ആരാ വാമർ, ആരാ കൂളർ, ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ വാമർ ആലോചിച്ചാൽ മതി. പോസിറ്റീവ് അല്ലേ? അപ്പോൾ WW നമ്മൾ PN ജംഗ്ഷനിൽ ഫോർവേഡ് ബയാസിങ് P ടൈപ്പിനോട് പോസിറ്റീവ് കണക്ട് ചെയ്യുമ്പോഴും എന്നിനോട് നെഗറ്റീവ് കണക്ട് ചെയ്യുമ്പോഴും ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്ന പോലെ ഇവിടെ വാമർ ആകണമെന്നുണ്ടെങ്കിൽ W കണക്ട് ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. വാമർ WWനോട് കണക്ട് ചെയ്തു. W മീൻസ് വെസ്റ്റ്. അപ്പോൾ വെസ്റ്റിൽ വാമർ ആയിട്ടുള്ള സർഫസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് IOD. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈസ്റ്റേൺ സൈഡിൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷനിൽ എന്തായിരിക്കും? കോൾഡ് സർഫസ് വാട്ടർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ദാൻ യൂഷ്വൽ, സാധാരണ ഉള്ളതിനേക്കാൾ ഒരല്പം. കാരണം ആ ട്രേഡ് വിൻസ് വീക്കണായി, ട്രേഡ് വിൻസ് അല്ലല്ലോ വെസ്റ്റേർലി വിൻസ് വീക്കണായി നിന്ന കണ്ടീഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ദാറ്റ്സ് ഇറ്റ്. അതാണ് പോസിറ്റീവ് ഫേസ്. അപ്പോൾ നെഗറ്റീവ് ഫേസിന് ഞാൻ എക്സ്പ്ലെയിൻ പോലും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി മനസ്സിലായിട്ടുണ്ടാകും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് ഫേസ് ഓഫ് IOD എന്ന് പറയുന്നത്. എന്തായിരിക്കും കണ്ടീഷൻ? ദ നെഗറ്റീവ് ഫേസ് ഇസ് എസെൻഷ്യലി ആൻ ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് ദി ന്യൂട്രൽ സ്റ്റേറ്റ്. അതായത് സ്ട്രോങ്ങർ ദാൻ നോർമൽ വെസ്റ്റേർലി വിൻസ്. വെസ്റ്റേർലീസ് സ്ട്രോങ് ആയിട്ട് വീശുന്ന കണ്ടീഷനിൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് നമ്മുടെ വാം വാട്ടറിൻ്റെ സർക്കുലേഷൻ കാര്യമായിട്ട് നടക്കുകയും വെസ്റ്റേൺ ഇന്ത്യൻ ഓഷനിൽ നിന്ന് ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷനിലേക്ക് വാം സർഫസ് വാട്ടർ എത്തി നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഓഷൻ്റെ സൈഡിൽ വെസ്റ്റേൺ സൈഡിൽ ഉണ്ടായിരുന്ന അതേ പ്രതിഭാസം ഇപ്പോൾ ഈസ്റ്റിൽ നടക്കും. സിമ്പിൾ പരിപാടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷനിൽ വാമർ വാട്ടർ, അവിടെ ഇവോപ്പറേഷനും കൺവെക്ഷനും നടക്കും. ആ ഭാഗത്ത് മഴ പെയ്യും, സർക്കുലേഷൻ നേരെ റിവേഴ്സാവും. ഇവിടെ നിന്ന് തണുത്ത് പൊങ്ങിയ കാറ്റ് ചെന്ന് എവിടെ ഇറങ്ങും? വെസ്റ്റേൺ ഇന്ത്യൻ ഓഷനിൽ ചെന്ന് സംഘം ചെയ്യുന്ന കണ്ടീഷൻ വരും. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ സുമാത്ര, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ ഒക്കെ പോലുള്ള പ്രദേശങ്ങളിൽ കാര്യമായിട്ട് മഴ കിട്ടുന്നതും ഇന്ത്യയിലും ആഫ്രിക്കയിലും പോലുള്ള സ്ഥലങ്ങളിൽ മഴ താരതമ്യയിലും കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, സുമാത്ര പോലുള്ള സ്ഥലങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടും നെഗറ്റീവ് ഫേസിൽ. പക്ഷേ ഇന്ത്യക്ക് അത്ര കണ്ട് സ്വീകാര്യം ആയിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഹെവി റെയിൻഫോൾ ആൻഡ് ഫ്ലഡിങ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഇന്തോനേഷ്യ വൈൽ ഈസ്റ്റ് ആഫ്രിക്ക മേ എക്സ്പീരിയൻസ് ഡ്രോട്ട്. ഇന്ത്യയിലും കുറവായിരിക്കും ഈ സമയത്തുള്ള മഴ എന്നുള്ളതാണ് കേട്ടോ. ഇന്ത്യയിലും ഈ സമയത്തുള്ള മഴ ലഭ്യത കുറവായി അനുഭവപ്പെടുന്നത് കാണാൻ സാധിക്കും. കിഴക്കേ ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ കുറേശ്ശെ മഴ നമുക്ക് കിഴക്കേ ഇന്ത്യയിലൊക്കെ കിട്ടുന്നുണ്ടാവും. നമ്മുടെ മൗസിൻഡ്രം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. താരതമ്യേന കുറവായിരിക്കും ഈ ഒരു കണ്ടീഷനിൽ. എൻ്റെ കമ്പാരിസൺ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. ഇതാണ് ബേസിക്കലി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി. ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചോ. ഫീച്ചേഴ്സ് പോസിറ്റീവിൻ്റെ നെഗറ്റീവിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ്റെ കണ്ടീഷൻ എന്താ? പോസിറ്റീവ് IOD ആണെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ അനോമലസ്ലി വാം ആയിരിക്കും, ചൂട് കൂടുതലായിരിക്കും. നെഗറ്റീവ് IOD ആകുമ്പോഴോ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ കൂളായിരിക്കും. ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷനോ പോസിറ്റീവിൽ കൂളായിരിക്കും, നെഗറ്റീവ് വരുമ്പോൾ വാം ആവും. കറക്റ്റ്. ഇക്വറ്റോറിയൽ വിൻസിൻ്റെ കാര്യം എങ്ങനെയാണ്? പോസിറ്റീവ് IOD വരുന്ന സമയത്ത് വീക്കർ വെസ്റ്റർലി അല്ലെങ്കിൽ ഈസ്റ്റർലീസ് ഉണ്ട് എന്ന് പോലും പറയാം നമുക്ക്. നെഗറ്റീവ് IODയുടെ കാര്യത്തിലോ സ്ട്രോങ് വെസ്റ്റർലി ആണ്. സ്ട്രോങ് വെസ്റ്റർലി വിൻസ് ആണ്. വെസ്റ്ററിൽ നിന്ന് ഈസ്റ്റിലേക്ക് വീശുന്ന കാറ്റാണ് അല്ലേ. റെയിൻഫോൾ ഇൻ ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യയും കണക്ക് കൂട്ടാം കേട്ടോ.
അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഇൻ ഇന്ത്യൻ മൺസൂൺ ഞാൻ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. ഈസ്റ്റ് ആഫ്രിക്കയിൽ എബവ് ആവറേജ് മഴ കിട്ടും. ഈ നമ്മുടെ ഇന്തോനേഷ്യൻ മറ്റ് റീജിയങ്ങളിലൊക്കെ നെഗറ്റീവ് ഇതല്ലേ റെയിൻഫോൾ ഇൻ ഈസ്റ്റ് ആഫ്രിക്ക പോസിറ്റീവ് IOD ആണെങ്കിൽ എബവ് ആവറേജ് റെയിൻഫോളും നെഗറ്റീവ് IOD ആണെങ്കിൽ ബിലോ ആവറേജ് റെയിൻഫോളുമാണ്. ഒരിടത്ത് ഫ്ലഡും മറ്റേടത്ത് വരൾച്ചയും വരുന്ന സിറ്റുവേഷൻ. റെയിൻഫോൾ ഇൻ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ പോലുള്ളയിടങ്ങളിലോ പോസിറ്റീവ് IOD ആണെങ്കിൽ മഴ കുറവും നെഗറ്റീവ് IOD ആണെങ്കിൽ അവിടെ മഴ കൂടുതലും ആയിരിക്കും. ഇന്ത്യൻ മൺസൂണിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് IOD ആണെങ്കിൽ ഫേവറബിൾ ആണ്. ഇന്ത്യൻ മൺസൂണിൽ കൂടുതൽ മഴ കിട്ടുന്നതിന് സഹായിക്കും. നെഗറ്റീവ് IOD അൺഫേവറബിൾ ആണ്. ഡെഫിസിറ്റ് റെയിൻഫോൾ ആയിരിക്കും. കുറച്ചധികം മഴ കുറഞ്ഞു നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്ന കണ്ടീഷനായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ സമ്മറി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ക്ലിയർ അല്ലേ പിള്ളേരെ? സിമ്പിളാണ്. പോസിറ്റീവ് IOD ഈ ഒരു സിംപ്ലിസിറ്റിയിലോടുകൂടി നിങ്ങൾ പഠിച്ചാൽ മതി. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി ചിന്തിച്ച് പോകാണ്ട് ഈ ഒരു സിംപ്ലിസിറ്റിയിൽ നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടല്ലാതെ നിങ്ങൾക്ക് ചോദ്യവും വരത്തില്ല. എനി ക്വസ്റ്റ്യൻ കമ്മിങ് ഫ്രം IOD വിൽ ബി റിലേറ്റഡ് ടു വാട്ട് എവർ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും ഏരിയക്കകത്തൊന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് IOD റിലേറ്റ് ചെയ്ത് ചോദ്യം ചോദിക്കുവാണെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? യെസ്. ഇനി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എൽനിനോ ലാനിനയുമായി ബന്ധപ്പെട്ട് IOD പോസിറ്റീവോ നെഗറ്റീവോ ആയി കഴിഞ്ഞാൽ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ അവസാനം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? നോക്കിക്കോ. ഇപ്പോൾ എൽനിനോ പ്രതിഭാസം. ഇപ്പോൾ എൽനിനോ മാത്രമാണെങ്കിൽ ഇന്ത്യയിൽ ലോ റെയിൻഫോൾ ആണെന്നറിയാമല്ലോ. ലോ റെയിൻഫോൾ ഇൻ ഇന്ത്യയാണ്. ഓക്കെ. പോസിറ്റീവ് IOD കൂടെ വന്നേക്കുക. IOD പോസിറ്റീവ് ആണെങ്കിലോ ഹൈ റെയിൻഫോൾ ആണെന്നറിയാമല്ലോ. ഹൈ റെയിൻഫോൾ ആണ്. അപ്പോൾ ഈ ഹൈയും ലോയും കൂടെ കൂടിച്ചേരുമ്പോൾ ആവറേജ് റെയിൻഫോൾ നമുക്ക് കിട്ടും. കാര്യം പിടിയിട്ടുന്നുണ്ടോ? അപ്പോൾ എൽനിനോയുടെ എഫക്റ്റ് ആയ ലോ റെയിൻഫോൾ നമുക്ക് ഇന്ത്യക്ക് കിട്ടിയോ? കിട്ടിയില്ല. അപ്പോൾ IOD പോസിറ്റീവ് ആയതിൻ്റെ ലാർജ് റെയിൻഫോൾ എഫക്റ്റ് നമുക്ക് കിട്ടിയോ? അതും കിട്ടിയില്ല. പക്ഷേ രണ്ടിൻ്റെയും ഇടയിൽ ഒരു മധ്യസ്ഥാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള ഒരു മഴ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അതായത് IOD എൽനിനോയുടെ എഫക്റ്റിന് എന്ത് ചെയ്തു? ഒന്ന് ന്യൂട്രലൈസ് ചെയ്തതായിട്ട് കാണാൻ പറ്റി. ഇവിടെ കിട്ടുന്നുണ്ടോ? കാരണം IOD കൂടി ഇന്ത്യൻ ഓഷനിൽ നടക്കുന്നത് കൊണ്ട് അങ്ങ് പസഫിക് ഓഷനിൽ നടന്ന എൽനിനോയുടെ എഫക്റ്റ് വല്ലാണ്ട് ആരെ സ്വാധീനിച്ചില്ല? ഇന്ത്യയിലെ മഴയെ സ്വാധീനിച്ചില്ല എന്ന് പറയാം. രണ്ടും തമ്മിലൊരു ന്യൂട്രാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. കാര്യം പിടിയിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി ഇതേ പോസിറ്റീവ് IOD വരുന്ന സിറ്റുവേഷൻ, അതായത് ഹൈ റെയിൻഫോൾ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ലാനിനെ ആയിരുന്നെങ്കിലോ? ലാനിനെയും എന്ത് റെയിൻഫോൾ ആണ്? ഹൈ റെയിൻഫോൾ ആണ്. അപ്പോൾ ഹൈയും കൂടെ കൂടിച്ചേരുമ്പോഴോ വെരി ഹൈ റെയിൻഫോൾ ഇന്ത്യയുടെ കാര്യത്തിൽ. ശരിയല്ലേ? അപ്പോൾ പോസിറ്റീവ് IODയും ലാനിനെയും കൂടി കൂടിച്ചേർന്നാൽ ഇന്ത്യക്ക് നല്ല പോലെ മഴ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് അത് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഇനി നെഗറ്റീവ് IOD വരുന്ന സമയത്ത്, നെഗറ്റീവ് IOD എന്ന് പറയുമ്പോൾ ലോ റെയിൻഫോൾ ആണ്. എൽനിനോ എന്ന് പറയുമ്പോഴും ലോ റെയിൻഫോൾ ആണ്. അപ്പോൾ ലോയും കൂടി എക്സ്ട്രീംലി ലോ റെയിൻഫോൾ ഇന്ത്യക്ക് കിട്ടുന്ന കണ്ടീഷൻ വരും. അപ്പോൾ എൽനിനോ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് നെഗറ്റീവ് IOD ആണ് കാണുന്നതെങ്കിൽ, ഇന്ത്യൻ ഓഷനിൽ കാണുന്നതെങ്കിൽ മഴയുടെ കാര്യം പ്രതീക്ഷിക്കുക വേണ്ട, പോയി. കാര്യം തീരുമാനമായി, വളരെ കുറവായിരിക്കും. ലാനിനെയും നെഗറ്റീവ് IOD കൂടിയാണെങ്കിൽ നെഗറ്റീവിൽ ലോയും ലാനിനേക്ക് ഹൈ റെയിൻഫോളും ആണ്. അപ്പോൾ രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ നമുക്ക് ആവറേജ് റെയിൻഫോൾ കിട്ടുകയും ചെയ്യുന്നതാണ്. ഇവിടെ കിട്ടുന്നുണ്ടോ? നമുക്ക് പൊതുവെ ഒരു ആവറേജ് റെയിൻഫോളിൻ്റെ ആവശ്യകതയാണ് വരുന്നത്. എക്സസീവ് റെയിൻഫോൾ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആവറേജ് റെയിൻഫോൾ നമുക്ക് രണ്ട് കണ്ടീഷൻസിലും കിട്ടുന്നുണ്ടാവും. എൽനിനോയും പോസിറ്റീവ് IODയും തമ്മിൽ ഒരുമിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ എൽനിനോ ഉണ്ടാവുന്നു എന്ന് പറയുന്ന ആ ഒരു വർഷത്തിൽ നമുക്ക് പോസിറ്റീവ് IOD ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് റെയിൻഫോൾ കിട്ടും. ഇനി ലാനിന ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ ഒരു നെഗറ്റീവ് IOD ഫേസ് ആണെങ്കിലും നമുക്ക് ആവറേജ് റെയിൻഫോൾ കിട്ടുന്നുണ്ടാവും. ഇനി ലാനിന ഉണ്ടാകുന്ന സമയത്ത് പോസിറ്റീവ് IODയും ആണ്, ഇന്ത്യൻ ഓഷനിൽ പോസിറ്റീവ് IODയും പസഫിക് ഓഷനിൽ ലാനിനയും ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തകൃതിയായിട്ടുള്ള മഴയും കിട്ടും. ഇന്ത്യയിൽ നെഗറ്റീവ് IODയും പസഫിക് ഓഷനിൽ എൽനിനോയുമാണ് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തീരെ മഴ കിട്ടാത്ത സിറ്റുവേഷനും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് എൽനിനോ ആൻഡ് IOD ആർ നോട്ട് ആക്ച്വലി അവർ പരസ്പരം ഇന്റർ കണക്റ്റഡ് ഒന്നും അല്ല. പക്ഷേ ഈ രണ്ടുപേരും ഡിഫറെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്. പസഫിക് ഓഷനിൽ നടക്കുന്ന ഒരു പ്രതിഭാസവും ഇന്ത്യൻ ഓഷനിൽ നടക്കുന്ന ഒരു പ്രതിഭാസവും. പക്ഷേ ഈ രണ്ട് പ്രതിഭാസങ്ങളുടെ ഇൻഫ്ലുവൻസ് നമുക്ക് എവിടെ കിട്ടുന്നു എന്ന് മാത്രം ഇന്ത്യയിൽ കിട്ടും അല്ല. ഈ പസഫിക് ഓഷനിലെ എൽനിനോ കാരണം മഴ ഒരുപാട് കുറഞ്ഞു പോകേണ്ടിയിരുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് ഇന്ത്യൻ ഓഷനിൽ പോസിറ്റീവ് IOD എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് റെയിൻഫോളിൻ്റെ എന്താ പറയുക ഒരു പ്രസൻസ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു പരസ്പരം കണക്റ്റഡ് ഒന്നുമല്ല, പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതാണ് ഈ ഒരു കണക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ അല്ലേ? വെരി ഗുഡ്. ഐ ഹോപ്പ് ദിസ് മേക്സ് തിങ്സ് ക്ലിയർ. ഓക്കെ.
സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയിരുന്ന് വെച്ചാൽ മതി. ഒരുപാട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മാഡൻ ജൂലിയൻ ഓസിലേഷനെ പറ്റി പറയാനില്ല. സോ വാട്ട് ഇസ് മാഡൻ ജൂലിയൻ ഓസിലേഷൻ, MJO, മാഡൻ ജൂലിയൻ ഓസിലേഷൻ? സി, മാഡൻ ജൂലിയൻ ഓസിലേഷൻസ് ആർ ഈസ്റ്റ്വേർഡ് മൂവിങ് പൾസസ് ഓഫ് റെയിൻ. ആക്ച്വലി ഒരു കാറ്റാണ്, മഴമേഘങ്ങളും കൂടി കൊണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് അതിന് പൾസ് ഓഫ് റെയിൻ എന്ന് പറയുന്നത്. ഗിവിങ് ക്ലൗഡ്സ് വിത്ത് ഡൈനാമിക് ഓസിലേഷൻസ് ദാറ്റ് ആർ നോട്ട് സീൻ എവറി ഇയർ. എല്ലാ വർഷവും കാണുന്ന പരിപാടിയൊന്നുമല്ല മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നത്. എൽനിനോയോ അയോഡിയോ പോലെ തന്നെ മാഡൻ ജൂലിയൻ ഓസിലേഷൻ നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം എൽനിനോ നമുക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൽനിനോ സതേൺ ഓസിലേഷൻ, എൽനിനോ ആയിക്കോട്ടെ ലാനിനെ ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് എനിക്ക് ലൊക്കലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നത് ഇത് പസഫിക് ഓഷനിൽ നടന്ന ഫിനോമിനനാണ്. ഇന്ത്യൻ ഓഷൻ ഡൈപോളിൻ്റെയും ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യൻ ഓഷനിൽ നടക്കുന്ന പ്രതിഭാസമാണെന്ന്. പക്ഷേ മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു സ്റ്റേഷനറി ഫിനോമിനൻ അല്ല എന്നുള്ളതാണ്. ഒരു റീജിയനിലായിട്ട് അത് കൺഫൈൻ ചെയ്ത് നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു മേഖലയിൽ മാത്രമായിട്ട് കാണുന്നതല്ല. ദിസ് ഇസ് എ കണ്ടിന്യൂസ് പൾസ് ഓഫ് റെയിൻ. അത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പർ അറ്റ്മോസ്ഫിയറിലൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സർക്കുലേഷൻ ഉള്ള ഒരു വിൻഡാണ് മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. നോക്കിയാൽ ഇറ്റ്സ് എ മൂവിങ് എയർ സർക്കുലേഷൻ ട്രാവൽസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു എയർ സർക്കുലേഷനാണ് മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നത്. സമുദ്രത്തിനും കോണ്ടിനെൻസിനും മുകളിലായിട്ട് ഇക്വറ്റോറിയൽ, ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ ഒരു 30 മുതൽ 60 ദിവസത്തെ ഇൻ്റർവെല്ലിലായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഒരു സമുദ്രത്തിലും നല്ലൊരു അപ്പർ അറ്റ്മോസ്ഫിയറിലൂടെ മൂവ് ചെയ്ത് പോകുന്നൊരു എയർ സർക്കുലേഷൻ മാത്രമാണ്, എയറിൻ്റെ ഒരു കറണ്ട് മാത്രമാണ്. അതിൽ 2 ലിംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, അതിൽ 2 ഭാഗങ്ങളുണ്ട്. മാഡൻ ജൂലിയൻ ഓസിലേഷൻ നമ്മളിപ്പോൾ ഇന്ത്യൻ ഓഷൻ ഡൈപോളിൽ 2 ഫേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ മാഡൻ ജൂലിയൻ ഓസിലേഷൻ ഹാസ് 2 ഫേസസ്. ഒന്ന് എൻഹാൻസ്ഡ് കൺവെക്റ്റീവ് ഫേസ് എന്ന് നമ്മൾ പറയാം, അതായത് ആക്റ്റീവ് ഫേസ്. അത് പറഞ്ഞാൽ നല്ലപോലെ മഴ കിട്ടുന്ന പ്രതിഭാസമാണ് എൻഹാൻസ്ഡ് കൺവെക്റ്റീവ് ഫേസ്. ദിസ് ഇസ് ദി വെറ്റ് സ്റ്റേജ് ഓഫ് ദി ഓസിലേഷൻ. ഓർത്തിരുന്നാൽ മതി. Enhanced convective phase of the Madden Julian oscillation is the wet stage of the oscillation, where winds at the surface converge, forcing warm, moist air to rise abruptly into the atmosphere. ഈ കൺവേർജ് ചെയ്യപ്പെട്ട് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് ഇതാ കണ്ടീഷൻ. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ചിത്രത്തിൽ ആക്റ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ ഇതാ കണ്ടീഷൻ. മാഡൻ ജൂലിയൻ ഓസിൻ്റെ ആക്റ്റീവ് ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇരുഭാഗങ്ങളിലും നിന്നുള്ള കാറ്റുകളെ കൺവേർജ് ചെയ്യിച്ച് ഈ കൺവേർജൻസ് കാരണം ഇവിടെ നിന്ന് ചൂടുള്ള കാറ്റിനെ മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കളഞ്ഞ് അത് മുഖാന്തരം മഴ പെയ്യിപ്പിക്കുന്ന പരിപാടി അവലംബിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാഡൻ ജൂലിയൻ ഓസിലേഷൻ ആക്റ്റീവ് ഫേസ് എന്ന് പറയുക. ഇതാ സംഭവിക്കുന്നത് ഇക്വറ്റോറിയൽ റീജിയനിലും മറ്റുമൊക്കെയുള്ള ഇരുഭാഗത്തു നിന്നും വീശുന്ന കറണ്ടുകളെ, കാറ്റിനെ ഒരിടത്തേക്ക് കൺവേർജ് ചെയ്യുന്ന ഈ കാറ്റെല്ലാം കൂടി ഫോഴ്സ് ചെയ്ത് മുകളിലേക്ക്, അവിടെയുള്ള കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള വാം ആയിട്ടുള്ള എയറിനെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്ത് പോകാനായിട്ട് ഫോഴ്സ് ചെയ്യും. അവ മുകളിൽ പോയിട്ട് തണുത്ത് കണ്ടൻസ് ചെയ്തിട്ട് മഴയായി പെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് മഴ പെയ്യിക്കുന്ന ഫേസ് ഏതാ MJOയുടെ എന്ന് ചോദിച്ചാൽ അത് എൻഹാൻസ്ഡ് കൺവെക്റ്റീവ് ഫേസ് അഥവാ ആക്റ്റീവ് ഫേസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇദ്ദേഹമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ആക്റ്റീവ് ഫേസ് ആണ്. പിടികിട്ടുന്നുണ്ടോ? ഇൻക്രീസ്ഡ് ക്ലൗഡ് ഫോർമേഷൻ, സ്ട്രോങ് കൺവെക്ഷൻ ആൻഡ് തണ്ടർസ്റ്റോം, ഹയർ ദാൻ ആവറേജ് റെയിൻഫോൾ ഇൻ അഫക്റ്റഡ് ഏരിയാസ്. ഏത് മേഖലയിലാണോ ഈ പറയുന്ന കൺവേർജൻസ് സംഭവിക്കുന്നത് അതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ സാധാരണയിലും കൂടുതൽ മഴ കിട്ടുന്ന കണ്ടീഷൻ പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൺവേർജൻസ് ഓഫ് എയർ ആണ്. എയർ അല്ലെങ്കിൽ വിൻഡിൻ്റെ കൺവേർജൻസ്. വിൻഡിൻ്റെ എന്താ മക്കളെ ഉണ്ടാവുന്നത്? കൺവേർജൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആക്റ്റീവ് MJO. പിടി കിട്ടിയോ? വിൻഡിൻ്റെ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തു നിന്നും വന്ന് ഒരിടത്തേക്ക് കൂടിച്ചേരുന്ന പരിപാടിയാണ് കൺവേർജൻസ് എന്ന് പറയുക. സോ വിൻഡിൻ്റെ കൺവേർജൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുക? അവിടെ നമുക്ക് കാണാൻ പറ്റുക ആക്റ്റീവ് MJO ആണ്. ആക്റ്റീവായിട്ടുള്ള MJO ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. വെദർ ദിസ് റൈസിംഗ് മോഷൻ ലീഡ്സ് ടു ഡീപ്പ് ക്ലൗഡ് ഫോർമേഷൻ, ഹെവി റെയിൻഫോൾ ആൻഡ് ഇൻക്രീസ്ഡ് തണ്ടർസ്റ്റോം ആക്ടിവിറ്റി. ഓൾറെഡി നമ്മളത് പറഞ്ഞു. Over the Indian Ocean, it can trigger the onset of monsoon or intensify the existing rainfall. സ്വാഭാവികം കാറ്റുകളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് നിലവിൽ മൺസൂൺ ഓൾറെഡി ഉണ്ട് എങ്കിൽ പോലും ആ മൺസൂണിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഇവന് വേണമെങ്കിൽ കാരണക്കാരനായേക്കാം. ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദ ഫ്രീക്വൻസി ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എസ് വെൽ. ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന സൈക്ലോൺസ്, ട്രോപ്പിക്കൽ റീജിയനിൽ ഉണ്ടാകുന്ന സൈക്ലോൺസിൻ്റെ ഇൻറ്റൻസിറ്റിയും അതായത് മഴ പെയ്യുന്ന ഏതൊരു സിറ്റുവേഷൻ ഉണ്ടോ ആ സിറ്റുവേഷനോടൊപ്പം MJO കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മഴയുടെ ഇൻറ്റൻസിറ്റീനെ വർദ്ധിപ്പിക്കാനായിട്ട് അവൻ കാരണമായേക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ ഫേസ് ഇനാക്റ്റീവ് ഫേസ് ആണ്. സപ്രസ്ഡ് കൺവെക്റ്റീവ് ഫേസ് അഥവാ ഇനാക്റ്റീവ് ഫേസ്. സപ്രസ്ഡ് കൺവെക്റ്റീവ്, മറ്റേത് ആക്റ്റീവ് ആയിട്ടുള്ള കൺവെക്റ്റീവ് ഫേസ് ആയിരുന്നു. ഇത്
മറ്റേ എൻഹാൻസ്ഡ് ആയിട്ടുള്ള കൺവെക്റ്റീവ് ഫേസ് ആയിരുന്നു, ഇത് സപ്രസ്ഡ് ആയിട്ടുള്ള കൺവെക്റ്റീവ് ഫേസ് ആണ്. മീൻസ് ദിസ് ഇസ് ആൻ ഇനാക്റ്റീവ് സ്റ്റേജ്. സ്വാഭാവികമായിട്ടും മറ്റേത് കൺവെക്റ്റീവ് ഫേസ്, ആക്റ്റീവ് ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ അത് വെറ്റ് സ്റ്റേജ്, മഴ പെയ്യിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ദിസ് മസ്റ്റ് ബി എ ഡ്രൈ സ്റ്റേജ്. ഇതായിരിക്കും MJOയുടെ മെഡൻ ജൂലിയൻ ഓസിലേഷൻ്റെ ഡ്രൈ സ്പെൽ അല്ലെങ്കിൽ ഡ്രൈ സ്റ്റേജ് എന്ന് പറയുന്നത്. വിൻഡ് കൺവേർജ് ഇൻ ദി അപ്പർ അറ്റ്മോസ്ഫിയർ ഫോഴ്സിങ് എയർ ടു സിങ്ക് ടുവേർഡ്സ് ദി സർഫേസ്. അതായത് ഇവിടെ പിന്നെ നമ്മുടെ അതായത് പറഞ്ഞുതരാം, അപ്പർ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയറിൻ്റെ കൺവേർജൻസ് സംഭവിക്കുമല്ലോ. അപ്പർ എയർ പിന്നെ അറ്റ്മോസ്ഫിയറിലുള്ള എയറിൻ്റെ കൺവേർജൻസ് സംഭവിച്ച് ഈ എയർ താഴേക്ക് മൂവ് ചെയ്ത് ഇരുഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും. അപ്പർ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഈ എയർ കൺവേർജ് ചെയ്ത് താഴേക്ക് പോയി ഇരുഭാഗങ്ങളിലേക്ക് സർഫസിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴേക്കും അവന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അവിടെ നിന്ന് എയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ രണ്ട് ഭാഗത്തേക്കും ഡൈവേർജ് ചെയ്ത് പോകുന്ന കാണാൻ പറ്റും. അതായത് സർഫസ് എയറിൻ്റെ ഡൈവേർജൻസ്, സർഫസ് എയറിൻ്റെ എന്ത് കാണാൻ പറ്റും? ഡൈവേർജൻസ് കാണാൻ പറ്റും. അപ്പർ അറ്റ്മോസ്ഫിയറിൽ എന്തും കാണാൻ പറ്റും? കൺവേർജൻസും കാണാൻ പറ്റും. അപ്പോൾ ലോവർ അറ്റ്മോസ്ഫിയറിൻ്റെ സർഫസിന് അടുത്തെന്ന് പറയുന്നത്, നേരത്തെ സർഫസിലായിരുന്നു കൺവേർജൻസ് നമ്മൾ കണ്ടത്, ഇവിടെ സർഫസിൽ എന്താ കാണുന്നത്? ഡൈവേർജൻസ് ആണ് കാണുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് നേരത്തെ അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എയറിൻ്റെ ഡൗൺവേർഡ് മോഷൻ ആണല്ലോ പറയാൻ പറ്റുക. അപ്പർ അറ്റ്മോസ്ഫിയറിൽ കൺവേർജ് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്ത് വന്നു. സോ ഡൗൺവേർഡ് മോഷൻ ഓഫ് എയർ. എന്നാൽ ആക്റ്റീവ് ഫേസിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു? ഈ സർഫസിനടുത്ത് രണ്ട് ഭാഗത്തു നിന്നുള്ള എയറിനെ കൺവേർജ് ചെയ്യിച്ച് മുകളിലേക്ക് മൂവ് ചെയ്ത കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഇവിടെ അപ്വേർഡ് ആയിരുന്നു. ഏത്? ആക്റ്റീവ് ഫേസ്, ആക്റ്റീവ് MJO. ഇവിടെ ഡൗൺവേർഡ് മോഷൻ പറയുന്നത് എന്താണല്ല, എന്തിലാണ്? ഇനാക്റ്റീവ് MJയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഡൗൺവേർഡ് മോഷൻ ഓഫ് ദി എയർ ആണ് പറയേണ്ടി വരിക എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ വളരെ? മറ്റേത് ഇത് രണ്ടും നമ്മൾ വ്യത്യാസം അത്രേ ഉള്ളൂ. ഇവിടെ അതുകൊണ്ട് തന്നെ ഡൗൺവേർഡ് മോഷൻ ഓഫ് എയർ ആയതുകൊണ്ട് തന്നെ മുകളിലോട്ട് കൺവെക്ഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവോപ്പറേഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മഴ പെയ്യാനുള്ള കണ്ടീഷൻ ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫേസിനെ എന്തായിട്ട് പരിഗണിച്ചത്? ഡ്രൈ സ്റ്റേജ് ആയിട്ട് പരിഗണിച്ചതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഇന്ത്യൻ ഓഷനിൽ മാത്രമേ നടക്കാവുന്നൊന്നും അല്ല പറയണേ, ഏത് ഭാഗത്തുകൊണ്ട്. അതാണ് പറയുക, ഇവൻ അങ്ങനെ റീജിയണലി മെഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നൊരു റീജിയണൽ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവുന്നൊന്നുമല്ല. ഇത് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാവും. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് സർക്കുലേഷൻ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഏത് സമുദ്രത്തിൽ വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഉണ്ടാവാവുന്നതാണ് മെഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നത്. അല്ല ഒരു പെർട്ടിക്കുലർലി ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ഇന്ത്യയിൽ മാത്രമേ കാണൂ, എൽ നിനോ ലാ നിന പസഫിക്കിൽ മാത്രമേ കാണുള്ളൂ. പക്ഷേ മെഡൻ ജൂലിയൻ ഓസിലേഷൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇന്ത്യൻ്റെ മൺസൂണിനെ അത് അഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു മൺസൂൺ സീസണെയും പോസിറ്റീവ് MJO ഫേസ് വരുവാണെങ്കിൽ, ആക്റ്റീവ് MJO ഫേസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് മഴയെ എൻഹാൻസ് ചെയ്യിക്കും. ഇനാക്റ്റീവ് MJO ഫേസ് വരുവാണെന്നുണ്ടെങ്കിൽ മഴയെ കുറയ്ക്കുന്നതിന് കാരണമാവുന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക കേട്ടോ. യെസ്, വെദർ ആസ് ദി എയർ സിങ്ക് ഇറ്റ് വാർംസ് ആൻഡ് ഡ്രൈ ഔട്ട് വിച്ച് ഇൻഹിബിറ്റ്സ് ക്ലൗഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലീഡ്സ് ടു ക്ലിയർ ആൻഡ് സ്റ്റേബിൾ സ്കൈസ്, നോ റെയിൻ അല്ലെങ്കിൽ മിനിമൽ റെയിൻ. This phase is often responsible for monsoon breaks, extended dry spells during the rainy season when it is positioned over the Indian subcontinent. അതായത് നമ്മുടെ ഇന്ത്യയിലൊക്കെ മൺസൂൺ വരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ മൺസൂൺ ബ്രേക്കുകൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതായത് മൺസൂൺ തുടങ്ങി കുറച്ച് കാലത്തിന് ശേഷം ചിലപ്പോൾ ഒരാഴ്ചയോ 5-6 ദിവസമോ ഒക്കെ നമുക്ക് മഴ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പൊതുവെ മൺസൂൺ ബ്രേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ ആ മൺസൂൺ ബ്രേക്ക് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന MJO ആണ്. MJOയുടെ ഇനാക്റ്റീവ് ഫേസ് ചിലപ്പോൾ ആ സാഹചര്യത്തിൽ മൺസൂണിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് MJOയുടെ നെഗറ്റീവ് ഫേസ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും മഴ ലഭ്യതയെ കുറയ്ക്കാൻ അത് സഹായിച്ചേക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു കുറച്ച് സമയത്തേക്ക് മഴ കിട്ടാണ്ടിരിക്കുന്ന സിറ്റുവേഷൻ വന്നേക്കാം. ആൻഡ് വെൻ ദി MJO പാസസ് ഓവർ, അത് പിന്നെ അത് പാസ് ചെയ്ത് പോകുമ്പോൾ വീണ്ടും നമുക്ക് തിരിച്ചു മഴ പഴയ കണ്ടീഷൻ പ്രകാരം മഴ കിട്ടുന്ന സിറ്റുവേഷനും വന്നേക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ബ്രേക്കിന് ഇവൻ കാരണമായേക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി മെഡൻ ജൂലിയൻ ഓസിലേഷൻ. വളരെ മിനിമലായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി, ഒരുപാട് ഡെപ്തിലേക്ക് പോയൊന്നും പഠിക്കേണ്ടത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, റൈറ്റ്. യെസ്, നൗ വി ഹാവ് ടു മൂവ് ഓൺ ടു ദി ലോക്കൽ വിൻഡ്സ്. കഴിയാറാകുന്നു. നമ്മുടെ ലോക്കൽ വിൻഡ്സിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ കൂടി നോക്കിയാൽ ഏകദേശം പരിപാടി നമുക്ക് തീർക്കാൻ പറ്റും. ഒരുപാട് ലോക്കൽ വിൻഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് നല്ല, അല്ലെങ്കിൽ കുറച്ച് പേരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുള്ളൂ. ഒരുപാട് ഇതിനകത്ത് കുറച്ച് പേരുടെ ബ്രിക് ഫീൽഡർ, സതേർലി, ബർഗ്, ഹബൂബ്, ഹർമാട്ടൻ, ഖാംസൺ, സിറോക്കോ, ഫോൺ, ബോറ, മിസ്ത്രൽ, ഹെം, കരാബുറാൻ, ലിവൻറ്റ്,
ചിനൂക്ക്, നോറീസ്റ്റർ, ബ്ലിസാർഡ്സ്, നോർത്തെ, പാമ്പെറോ, ഇതെല്ലാം ഈ ആരോ മാർക്കറ്റ് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലപ്പേരല്ല, ഇതൊക്കെ ലോക്കൽ വിൻസിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ എന്താണ് ലോക്കൽ വിൻസ് എന്ന് പറഞ്ഞാൽ? ലോക്കൽ വിൻസ് പെർട്ടൈൻ ടു ദി മോഷൻ ഓഫ് എയർ ഓവർ എ ലിമിറ്റഡ് ജിയോഗ്രഫിക്കൽ ഏരിയ ഓൺ ദി എർത്ത് ഡ്രിവൺ ബൈ വേരിയൻസസ് ഇൻ എയർ പ്രഷർ. എയർ പ്രഷറിലുള്ള, അന്തരീക്ഷ മർദ്ദത്തിലുള്ള വ്യത്യാസങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പെർട്ടിക്കുലർ ജിയോഗ്രഫിക് റീജിയനിൽ മാത്രമായിട്ട് റിപ്പറ്റേറ്റീവായി കണ്ടുവരുന്ന വിൻസിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ലോക്കൽ വിൻസ് എന്ന് പറയുക. To be classified as a regional or local wind, it must be traversed in a region ranging from tens to hundreds of miles. 10 മുതൽ 100 കണക്കിന് മൈൽ വരെയുള്ള ഡിസ്റ്റൻസിനുള്ളിൽ മാത്രമാണ് ഈ പറയുന്ന കാറ്റെന്ന പ്രതിഭാസം ഉണ്ടാകുന്നതെങ്കിലാണ് നമ്മൾ അതിനെ എന്തായിട്ട് പരിഗണിക്കുന്നത്? റീജിയണൽ വിൻഡായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ 100 മൈലുകളിലും അകലെ, അല്ലെങ്കിൽ 100 കണക്കിനോ മൈലിനും അകലെ, ആയിരക്കണക്കിനോ 10,000കണക്കിനോ മൈൽസ് സഞ്ചരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളതിനെ ലോക്കൽ എന്നോ റീജിയണൽ എന്നോ വിളിക്കാൻ പറ്റില്ല. പക്ഷേ 100 കണക്കിന്, ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് വരെ ഉള്ള, 100 അല്ല, ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ്, 100 കണക്കിന് മൈലുകൾ വരെയുള്ള പ്രാദേശിക വാദങ്ങളെ, അല്ലെങ്കിൽ വാദങ്ങളെ, കാറ്റുകളെ എനിക്കെന്തെന്ന് വിശേഷിപ്പിക്കാം? പ്രാദേശിക വാദങ്ങളെന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ലോക്കൽ വിൻസ് ആർ ദോസ് വിൻസ് that are localized in nature and blow only over a small area during certain period of time. ഇത് മാത്രമല്ല, ഇത് എല്ലാ സമയം ഉണ്ടാവണം എന്ന് നിർബന്ധവുമില്ല. പൊതുവേ കാറ്റുകളെല്ലാം എല്ലാ സമയത്തും ഉണ്ടാവണമല്ല, ഇത് ചില സമയത്ത് മാത്രമായിട്ടുണ്ടാവും ഒരു ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ. ദേ ആർ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ലോക്കൽ റിലീഫ് ആൻഡ് പ്രഷർ കണ്ടീഷൻസ് ആൻഡ് ക്യാൻ അഫക്റ്റ് ദ ലോക്കൽ വെജിറ്റേഷൻ ആൻഡ് കൾച്ചർ. 100% ശരിയാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ മാത്രമായിട്ട് വീശുന്ന ഒരു കാറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ കാറ്റ് പൂർണ്ണമായും ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്ത് വീശുന്ന കാറ്റാണ്. പൂർണ്ണമായിട്ട് ഇന്ത്യയിലെ റിലീഫ് ഫീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വീശുന്ന കാറ്റാണ്. ആ കാറ്റ് കൊണ്ടുവരുന്ന ക്ലൈമാറ്റിക് ഇൻഫ്ലുവൻസസ് ഇന്ത്യയുടെ കൾച്ചറിനെ, ഇന്ത്യയുടെ വെജിറ്റേഷനെയൊക്കെ ഹൈലി ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യും. ശരിയല്ലേ? ഇപ്പോൾ ഈ കാറ്റ് കൊണ്ടുവരുന്ന ഒരു നല്ലപോലെ മഴ കൊണ്ടുവരുന്ന ഒരു കാറ്റാണിതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ വെജിറ്റേഷനെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിനോ ബൂസ്റ്റ് ചെയ്യുന്നതിനോ അത് കാരണമായിരിക്കും. മറിച്ച് അതൊരു ഡ്രൈ സ്പെൽ ആയിരുന്നെങ്കിലോ, വളരെയധികം വരണ്ട ഒരു കാറ്റായിരുന്നു ആ വീശിയിരുന്നതെങ്കിലോ, ചൂട് കാറ്റാണ് ആ വീശിയിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് അവിടുത്തെ അഗ്രികൾച്ചറിനെ അല്ലെങ്കിൽ വെജിറ്റേഷനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സിറ്റുവേഷൻ പറയാൻ പറ്റും. അതുപോലെ തന്നെ കൾച്ചർ, ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ഭക്ഷണ രീതി, ആൾക്കാരുടെ വസ്ത്രത്തിൻ്റെ രീതി, ആൾക്കാരുടെ ജോലി സമയം, ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും അധികം ചെയ്യുന്ന പ്രവർത്തികൾ, ഇതിലൊക്കെയും അന്തരീക്ഷത്തിൻ്റെ ഈ പറയുന്ന വ്യതിയാനങ്ങൾ വരുന്നതനുസരിച്ച് സ്വാധീനം ചെലുത്തപ്പെടുന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ലോക്കൽ വിൻസ് പൊതുവേ ആ ഭാഗത്തിൻ്റെ റിലീഫ്, ആ ഭാഗത്തെ കൾച്ചറിനെയും അതുപോലെ വെജിറ്റേഷനെയും ഒക്കെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. So they can be warm or cold or dry, moist and can originate over any kind of terrain. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു വാതകളും ആവാം കേട്ടോ. അതിൽ എനിക്ക് ഒരിക്കലും ഇന്ന ടൈപ്പിലുള്ള വാതകളും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പലയിടങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാവുക. അത് ഓരോരുത്തരും ലോക്കൽ വിൻഡ് ഓരോ രീതിയിലായിരിക്കും. ചിലത് വാം കറൻസ് ആയിരിക്കും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടുള്ള കാറ്റുകളായിരിക്കും. ചിലയിടത്ത് കോൾഡ് വിൻഡ് ആയിരിക്കും. ചിലയിടത്ത് ഡ്രൈ, വളരെ വരണ്ടതായിരിക്കും. ചിലയിടത്ത് മോയിസ്റ്റ്, നല്ലപോലെ ഹ്യൂമിഡിറ്റി ഉള്ള, ആർദ്രത ഉള്ളതായിരിക്കാം. ഓക്കെ, അതൊക്കെ എന്തിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്? ഓരോ പ്രദേശത്തെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെന്നുള്ളതാണ്. അനബാറ്റിക് ആൻഡ് കെറ്റാബാറ്റിക് വിൻസ്, സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് എക്സെട്ര. ഓക്കെ, അതിന് എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നതാണ്. അനബാറ്റിക് ആൻഡ് കാറ്റബാറ്റിക് വിൻസ് ആർ ലോക്കൽ ഡയഗണൽ വിൻസ് ഡ്രിവൺ ബൈ ടെമ്പറേച്ചർ ഡിഫറൻസസ് ഓൺ മൗണ്ടെയിൻ സ്ലോപ്പ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ പർവ്വതക്കാറ്റിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞു, താഴ്വരക്കാറ്റ്, പർവ്വതക്കാറ്റ്, അതുപോലെ വരുന്ന ഒരു വിൻഡ്, ലോക്കൽ വിൻഡാണ്. ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രമായി, പ്രത്യേകിച്ച് പർവ്വതങ്ങളുടെ ചെരുവിലും പർവ്വതങ്ങളിലുമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റിനെയാണ് നമ്മൾ ഈ അനബാറ്റിക് വിൻസ്, കാറ്റബാറ്റിക് വിൻസ് എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഡയഗണൽ വിൻസാണ്, ദൈനികമായിട്ടുള്ള വിൻഡുകളാണ് അല്ലെങ്കിൽ വാദങ്ങളാണ് ഉമാർ. അപ്പോൾ എന്താണ് അനബാറ്റിക് വിൻഡ്? നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. പർവ്വത ചെരുവുകളിൽ നിന്നും ഉയർന്ന ചൂട് പിടിച്ച കാറ്റ്, എയർ ഉയർന്നു പൊങ്ങി മുകളിലേക്ക് പോയതിന് ശേഷം അത് തണുത്ത് താഴ്വരകളിലേക്ക് വന്ന് സംഘിക്കപ്പെടുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത്, ഡേ ടൈമിൽ. സോ ദ ജെൻറിൽ അപ്സ്ലോപ്പ് വിൻസ് blowing early morning along the upslope of the mountains are called anabatic wind. എന്താ പറയുന്നത്? എന്താ അനബാറ്റിക് വിൻഡ് എന്ന് പറയുന്നത്? ജെൻറിൽ അപ്സ്ലോപ്പ് വിൻസ് ബ്ലോയിങ് ഏർലി മോർണിംഗ് അലോങ് ദി അപ്സ്ലോപ്പ് ഓഫ് ദി മൗണ്ടൻ. പർവ്വതങ്ങളുടെ ചെരുവിലൂടെ മുകളിലേക്ക് വീശുന്ന, സ്ലോപ്പിലൂടെ വീശുന്ന, ഏർലി മോർണിംഗിൽ വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് അനബാറ്റിക് വിൻസ്. In the mountainous region, during the day, the foothills get heated up more intensely as compared to the hilltop. സ്വാഭാവികമാണ്,
ഹില്ലിൻ്റെ ഫൂട്ട് കുറച്ചുകൂടി പെട്ടെന്ന് ചൂട് പിടിക്കും ഹിൽ ടോപ്പുകളെ അപേക്ഷിച്ച്. കാരണം ഹിൽ ടോപ്പിൽ എലിവേഷൻ കൂടുതലുള്ളതുകൊണ്ട് അവിടെ ചൂട് പിടിക്കാൻ കുറച്ചുകൂടെ സമയമെടുക്കും. അതിനേക്കാൾ പെട്ടെന്ന് ഫൂട്ട് ഹിൽസ് ചൂട് പിടിക്കുന്നത് കാണാൻ പറ്റും. ആസ് എ റിസൾട്ട് ദ എയർ ഇൻ കോൺടാക്ട് വിത്ത് ദ ഫൂട്ട് ഹിൽസ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ത്രൂ കണ്ടക്ഷൻ and this heated up wind gets convected and moves up the hill slope forming anabatic winds. അങ്ങനെ ഈ താഴ്വരയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള ഈ പർവ്വത ചരിവുകളിൽ നിന്നുള്ള ഫുഡ് ഹിൽസിൽ നിന്നുള്ള കാറ്റ്, ചൂടായ കാറ്റ് ചരിവിലൂടെ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ അനബാറ്റിക് വിൻഡ് എന്ന് പറയുക. ഇത് ശരിക്കും നമ്മൾ ഈ പർവ്വതക്കാറ്റ് താഴ്വര കാറ്റ് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. അത് വാലി വിൻസും മൗണ്ടൻ വിൻസും ആണ്. അനബാറ്റിക് കൃത്യമായിട്ട് നമ്മൾ താഴ്വര കാറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ താഴ്വര കാറ്റ് താഴ്വരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ്. അനബാറ്റിക് അതുപോലെ തന്നെയുള്ള പർവ്വത ചെരുവിൽ നിന്ന് ഉണ്ടാകുന്ന കാറ്റാണെന്നുള്ളതാണ് അനബാറ്റിക് വിൻഡിൻ്റെ വ്യത്യാസം. ചെറിയൊരു ഡിഫറൻസ് രണ്ടും തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും വാലിയിൽ നിന്ന് വരുന്ന കാറ്റല്ല, പർവ്വതത്തിൻ്റെ ഫുഡ് ഹില്ലിൽ നിന്നും വരുന്ന കാറ്റായിട്ടാണ് അനബാറ്റിക്കിനെ വിശേഷിപ്പിക്കുന്നതെന്ന് മാത്രമാണ്. രണ്ട് കറ്റാബാറ്റിക് വിൻഡ്. സ്ട്രോങ് ഡ്രെയിനേജ് വിൻഡ്സ് ഫ്രം എലിവേറ്റഡ് മൗണ്ടൻ ഓർ പ്ലാറ്റ്യൂ down steep slope under the influence of gravity and density is called katabatic wind. ഇതല്ല കാറ്റാബാറ്റിക്കിൻ്റെ ചിത്രം, ഇതാണ് കാറ്റാബാറ്റിക്കിൻ്റെ ചിത്രം. ഓക്കെ, ഇതാണ് കാറ്റാബാറ്റിക്കിൻ്റെ ചിത്രം. അതായത് തണുത്ത എയർ പർവ്വത ചെരുവുകളിലൂടെ താഴേക്ക് വരുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കൂട്ടുന്നത്? കാറ്റാബാറ്റിക്. അപ്പോൾ അനബാറ്റിക് എന്തായിരുന്നു? ഇവിടെ നിന്ന് ചൂട് എയർ മുകളിലേക്ക് പോകുന്ന കണ്ടീഷൻ, അതിൻ്റെ റിവേഴ്സ് കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് കാറ്റാബാറ്റിക് വിൻഡ്. അത്രയേ ഉള്ളൂ, അങ്ങനെ ആലോചിച്ചാൽ മതി. Strong drainage winds from elevated mountains or plateaus down steep slope under the influence of gravity and density are called katabatic winds. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട്, മാസ് കൊണ്ട് ഈ പർവ്വത ചെരുവുകളിലൂടെ താഴേക്ക് കാറ്റ് വീശുന്നതിനെയാണ് നമ്മൾ കറ്റാബാറ്റിക് വിൻസ് എന്ന രീതിയിൽ, അതിൻ്റെ ഉപരിതലങ്ങളിൽ നിന്ന്, പർവ്വതത്തിൻ്റെ ടോപ്പിൽ നിന്ന് പർവ്വതത്തിൻ്റെ താഴേക്ക് കാറ്റ് വീശുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? Katabatic wind എന്ന് വിളിക്കുക. During the night, hilltop cool down at a much faster rate than the valley regions and the air in contact gets cooled and becomes dense. This dense cooled air descends the mountain slope as katabatic winds. കണ്ടോ, അപ്പോൾ രാത്രിയാവുന്ന സമയത്തൊക്കെ പൊതുവേ ഈ പർവ്വതങ്ങളുടെ ഉപരിഘട്ടം ഈ താഴ്വരകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി പെട്ടെന്ന് തണുക്കും. അങ്ങനെ തണുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഡെൻസിറ്റി കൂടിയ തണുത്ത ഡെൻസറായിട്ടുള്ള എയർ നിൽക്കുന്നതും ഈ ഭാഗത്ത് ഡെൻസിറ്റി കുറഞ്ഞ ഹോട്ടായിട്ടുള്ള എയർ നിൽക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ലോ ഡെൻസിറ്റിയാണ്, അപ്പോൾ റെയറായിട്ടുള്ള എയർ ഇവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുനിന്ന് ഈ ഡെൻസിറ്റി കൂടിയ വെയിറ്റ് കൂടിയ എയർ താഴേക്ക് മൂവ് ചെയ്ത് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കാറ്റാബാറ്റിക് വിൻഡ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. കാറ്റാബാറ്റിക് വിൻഡ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് മനസ്സിലായിരിക്കുക. As the katabatic wind approaches the valley floor, it undergoes adiabatic heating, due to which the warmer valley floors during the night and cooler hilltop during the day are actually witnessed. അതായത് രാത്രിയാവുന്ന സമയത്ത് ഈ പറയുന്ന തണുത്ത ആളും താഴേക്ക് എത്തുകയല്ലേ. അപ്പോൾ തണുത്ത എയർ താഴേക്ക് എത്തുന്നതിനനുസരിച്ച് അതിൻ്റെ എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് താഴേക്ക് എത്തുന്ന സമയത്ത്, വാലിയിലേക്ക് എത്തുന്ന സമയത്ത് താരതമ്യേന വാമറായിട്ടുള്ള വാലി ഫ്ലോറിൽ എത്തുന്ന സമയത്ത് അതിന് ഹീറ്റിംഗ്, അഡയാബാറ്റിക് ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ വിധേയമായിട്ട് എയർ ഒരല്പം ചൂട് പിടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. ബിക്കോസ് ഓഫ് ദിസ് ഹീറ്റ് എക്സ്ചേഞ്ച്, ഇവിടെ നിന്നുള്ള ഹീറ്റ് എക്സ്ചേഞ്ചൊക്കെ കാരണം ഒരല്പം ചൂട് പിടിക്കുന്ന കാണാൻ പറ്റും. അതുകൊണ്ട് രാത്രികാലങ്ങളിൽ ഈ ഭാഗത്ത് താഴ്വരകളിൽ അത്യാവശ്യം ചൂട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് വാമറായിട്ടുള്ള വാലി ഫ്ലോർസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. വാമറായിട്ടുള്ള വാലി ഫ്ലോർ, അതിപ്പോൾ കാറ്റാബാറ്റിക് വിൻഡ് ഉള്ളതുകൊണ്ടെന്നുള്ളതല്ല പറയുന്നത്. എന്തായാലും വാമറായിട്ടുള്ള വാലി ഫ്ലോർസ് തന്നെയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പക്ഷേ മൗണ്ടൻ സ്ലോപ്സ് കൂൾ ഡൗൺ ആയിരിക്കും കേട്ടോ. ഈ താഴ്വരകൾ ഈ ഭാഗമൊക്കെ നല്ല തണുത്തിട്ടായിരിക്കും നിൽക്കുക. കാരണം ഈ തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടേ, തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഭാഗം തണുത്ത് നിൽക്കുകയായിരിക്കും. പക്ഷേ വാലിയിൽ എത്തുന്ന സമയത്ത് അവിടെ ആ തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് താഴെ എത്തി ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് നിലനിൽക്കുന്നത് കാരണം, പിന്നെ ഇത് മുകളിലേക്ക് പോകുന്നില്ലല്ലോ. സോ അങ്ങനെ ഹീറ്റ് നിലനിൽക്കുന്നത് കാരണം ചെറിയൊരു ഹീറ്റിംഗ്, ചെറിയൊരു വാംത്ത്, വല്ലാണ്ട് ചൂടെന്നല്ല പറയുന്നത്, ചെറിയൊരു വാമറായിട്ടുള്ള നൈറ്റ് കാലഘട്ടം നമുക്ക് ആ ഭാഗത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പറയുന്ന ലോക്കൽ വിൻഡിൽ ഒന്നാണ് നമ്മുടെ ലാൻഡ് ബ്രീസും സീ ബ്രീസും എന്ന് പറയുന്ന ഘടകം. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അൺഈവൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. ഇപ്പോൾ ലാൻഡ് ആദ്യം ചൂട് പിടിക്കുകയും പകൽ സമയത്ത് ഇപ്പോൾ ഇത് ഡേ ടൈം, ഇപ്പോൾ ഡേ ടൈമിൽ പകൽ കര ആദ്യം ചൂട് പിടിച്ച് കരയ്ക്ക് മുകളിലുള്ള എയർ മുഴുവൻ എലിവേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും. അങ്ങനെ ഇവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും കരയ്ക്ക് മുകളിൽ നമ്മൾ പഠിച്ചു.
ഇതേ സമയത്ത് കടലിൽ നോക്കിക്കഴിഞ്ഞാൽ കടലിൽ ഇവോപ്പറേഷൻ ചെയ്ത് കാണത്തില്ല, കടലിലെ ടെമ്പറേച്ചർ കൂടി കാണത്തില്ല. അതുകൊണ്ട് തന്നെ കടലിന് മുകളിലുള്ള അന്തരീക്ഷത്തിലെ വായുവൊക്കെ അവിടെ തന്നെ നിലനിൽക്കും. മീൻസ് ഇവിടെ ഒരു ഹൈ പ്രഷർ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. കാരണം ഇവിടെ എയർ ഉണ്ട്, ഇവിടെ എയർ ഇല്ല. സ്വാഭാവികമായിട്ടും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റ് വീശും. അതാണ് ഡേ ടൈമിലുണ്ടാകുന്ന എന്ത് ബ്രീസ്, സീ ബ്രീസ് എന്ന പേരിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഘടകം. രാത്രിയാകുമ്പോൾ നേരെ തിരിച്ചിട്ടാണ്. രാത്രികാലം വരെയുള്ള വെയിൽ അടിച്ച് വൈകുന്നേരം കഴിയുമ്പോൾ നമ്മുടെ കടൽ ചൂടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ സമയത്ത് പെട്ടെന്ന് ചൂടായ ലാൻഡ് രാത്രിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. സോ കടലിന് മുകളിലാണ് ഇപ്പോൾ കരയിലുണ്ടായിരുന്ന വാമർ സിറ്റുവേഷൻ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന എയറൊക്കെ ചൂട് പിടിച്ച് ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി, കൺവെക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയി. ലാൻഡിലോ തണുത്ത എയറിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ലാൻഡ് ഹൈ പ്രഷറിലും കടൽ ലോ പ്രഷറിലുമാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ ലാൻഡിൽ നിന്ന് സീയിലേക്ക് കാറ്റ് വീശുന്നത് കാണാൻ പറ്റും. ഇത് നൈറ്റ് ടൈം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുക. ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസും എന്നൊക്കെ പറയുമ്പോൾ ഒരു റീജിയനിൽ സ്പെസിഫിക് ആയിട്ട് മാത്രം നടക്കുന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതല്ല. ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഡ്യൂറിങ് ദ ഡേ the land adjacent to the sea heated up, creating a low pressure much quicker than the sea. As a result, the sea breeze start blowing from the over. ഞാനത് ഓൾറെഡി ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് കൂടുതൽ പറഞ്ഞു പോകാത്തത്. ഓൾറെഡി നമ്മളിതേപ്പറ്റി പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സമയം എടുത്ത് പറയാത്തത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. As a result, the sea breeze start blowing from over the sea to the land. During the night, opposite temperature conditions are created and hence the land breeze blows from the land to the sea. രാത്രിയാകുമ്പോൾ നേരെ തിരിച്ച് നടക്കുന്നതാണ് പറയുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് ആ ലോക്കൽ വിൻഡ്സ് ഓഫ് ദി വേൾഡ് ഒന്ന് പഠിക്കാനായിട്ട് നോക്കാം. ഏതൊക്കെയാണ് ലോക്കൽ വിൻഡ്സ് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ ഓഫ് ദി ലോക്കൽ വിൻഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ് വാം ലോക്കൽ വിൻഡ്സ് ആൻഡ് കോൾഡ് ലോക്കൽ വിൻഡ്സ്. അതിൽ വാം ലോക്കൽ വിൻഡ്സിനെ നമുക്കൊന്ന് പഠിക്കാം. ഗ്ലോബലി ഉള്ള ചില വാം ആയിട്ടുള്ള ലോക്കൽ വിൻഡ്സിനെ ഒന്ന് പഠിക്കാം. ആദ്യത്തെ ആൾ ചിനൂക്ക്. അപ്പോൾ ചിനൂക്ക് ആരാണെന്ന് പഠിച്ചോ ആദ്യമേ? വാം ലോക്കൽ വിൻഡാണ് ചിനൂക്ക്. ചിനൂക്ക് ആർ വാം വിൻഡ്സ് ഫ്ലോ ഡൗൺ ദി ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി റോക്കീസ് മൗണ്ടൻസ് ഓഫ് ദി നോർത്ത് അമേരിക്ക. വടക്കേ അമേരിക്കയുടെ റോക്കീസ് പർവ്വതത്തിൻ്റെ ഈസ്റ്റേൺ ചരിവിലൂടെ സഞ്ചരിച്ചു പോകുന്ന വാം ആൻഡ് ഡ്രൈ ആയിട്ടുള്ള കാറ്റിനെ വിളിക്കുന്ന പേരാണ് ചിനൂക്ക്. അപ്പോൾ ഉത്തരം കിട്ടി. ആരാ ചിനൂക്ക്? ചിനൂക്ക് വാം. എവിടെ കൂടി പോകുന്നു? നോർത്ത് അമേരിക്കയിലൂടെ. നോർത്ത് അമേരിക്കയിലെ പർട്ടിക്കുലർലി പറഞ്ഞാൽ റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ സഞ്ചരിച്ചു പോകുന്ന ചൂടുകാറ്റാണ്. So they are also called snow eaters because these wind melt the ice and make the grass frost free during winters as they adiabatically warm up while descending down. പർവ്വതത്തിൻ്റെ മുകളിലുള്ള തണുത്ത കാറ്റ് സ്വാഭാവികമായിട്ടും പർവ്വതത്തിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് അഡിയാബാറ്റിക് ഹീറ്റിംഗ് സംഭവിക്കും. നമ്മൾ ഈ കാറ്റാബാറ്റിക് വിൻഡിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞതാണ്. ഹീറ്റിംഗ് സംഭവിക്കും. ആ ഹീറ്റിംഗ് കാരണം തന്നെ പർവ്വതത്തിലുള്ള മഞ്ഞുരുക്കി കളയുന്നതിന് ഇവൻ കാരണക്കാരനാവും. കാരണം വാമാവുമല്ലോ, താഴോട്ട് വരുന്നതനുസരിച്ച് വാം കാറ്റാണ്. ചൂട് കാറ്റ് വീശുമ്പോൾ സ്വാഭാവികമായിട്ടും മഞ്ഞുരുകും. അതുകൊണ്ട് ഇവനെ വിളിക്കുന്ന പേരാണ് സ്നോ ഈറ്റേഴ്സ്. മഞ്ഞുതീനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാറ്റാണ് ആര്? ചിനൂക്ക് എന്ന് പറയുന്നത്. നമ്മളിന്ന് കണ്ട ചോദ്യത്തിൽ ആദ്യത്തെ 2-3 ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ ആയിക്കഴിഞ്ഞു. റോക്കീസ് പർവ്വതത്തിൻ്റെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ചൂടുകാറ്റാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലേ. ഇവൻ ഈ ഒഴുകുന്ന സാഹചര്യത്തിൽ മഞ്ഞുരുകി കളയുകയും ഗ്രാസ് ലാൻഡുകളെ ഫ്രോസ്റ്റ് ഫ്രീ ആക്കി നിർത്തുകയും ചെയ്യുന്നു. അതായത് മഞ്ഞ് കട്ട പിടിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഫ്രീ ആക്കി നിർത്തുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവന് നമ്മൾ മഞ്ഞുതീനി അല്ലെങ്കിൽ സ്നോ ഈറ്റർ എന്ന രീതിയിലും വിശേഷിപ്പിക്കാറുണ്ട്. ആരാണ്? ചിനൂക്ക്. ചിനൂക്കിനെ നമ്മൾ അങ്ങനെയും വിശേഷിപ്പിക്കാറുണ്ട്. 2 ഫോൺ വിൻസ് ആർ സിമിലർ ടു ചിനൂക്ക് ബട്ട് ആർ ഫൗണ്ട് ഇൻ ദി ആൽപ്സ് ഓഫ് യൂറോപ്പ്. ചിനൂക്കിന് സമാനമാണ്. പക്ഷേ ചിനൂക്ക് കാണുന്നത് എവിടെയാണ്? നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ റോക്കീസ് പർവ്വതത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നവനാണ് ചിനൂക്കെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഉഷ്ണക്കാറ്റ് യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നവനെ വിളിക്കുന്ന പേരാണ് ഫോൺ എന്ന് പറയുന്നത്. സിമ്പിളാണ്. ബാക്കി കണ്ടീഷൻസ് ഒക്കെ സെയിം. 3 സാന്റ അന. These are the dry and dusty wind that blow from the Mojave and Sonoran desert of North America into the Gulf of California. അപ്പോൾ ഇവനും ചൂടുകാറ്റാണ് സാന്റ അന. അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല, പക്ഷേ ഡിഗ്രി ലെവൽ ആയതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നോർത്ത് അമേരിക്കയിൽ നിന്ന് ഗൾഫ് ഓഫ് കാലിഫോർണിയ, അതായത് മൊജാവെ സൊനോറൻ എന്നൊക്കെ പറയുന്ന ഡെസേർട്സ് ഓഫ് നോർത്ത് അമേരിക്കയാണ്. വടക്കേ അമേരിക്കയിൽ വരുന്ന മരുഭൂമികളാണ്.
മരുഭൂമികളിൽ നിന്ന് വീശുന്ന കാറ്റായതുകൊണ്ട് തന്നെ ഇവൻ ഡ്രൈയും ആയിരിക്കും, അതിനോടൊപ്പം ഡസ്റ്റിയും ആയിരിക്കും. ഒരല്പം ഡസ്റ്റും ഇവൻ്റെ കൂട്ടത്തിൽ പൊടിപടലങ്ങൾ അടങ്ങുന്ന ഒരു കാറ്റ് കൂടിയായിരിക്കും സാന്റ ആന എന്ന് പറയുന്നത്. അപ്പോൾ ചൂടെ തന്നിരിക്കുന്നതിൽ ഡ്രൈ ആൻഡ് ഡസ്റ്റി വിൻഡ് ഏതെന്ന് കണ്ടുപിടിക്കാൻ തന്ന് ചിനൂക്കും ഫോനും സാന്റ ആനയൊക്കെ തന്നാൽ കൃത്യമായിട്ട് സാന്റ ആന തന്നെ നോട്ട് ചെയ്തോണം അല്ലെങ്കിൽ കുത്തിക്കോണം. ഓക്കെ അല്ലേ? റൈറ്റ്. The Santa Ana wind gush out of the greater velocity after encountering the Rockies mountain. They are held responsible for the California forest fire. അടുത്തിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ് അല്ലേ കാലിഫോർണിയയിൽ ഫോറസ്റ്റ് ഫയർ. വളരെ ഡ്രൈ ആയിട്ടുള്ള വിൻഡി ആയിട്ടുള്ള വിൻഡ് വീശി വരുന്നത് കൊണ്ട് തന്നെയാണ് കാലിഫോർണിയയിൽ ഇവനാണ് ആക്ച്വലി സാന്റയാണ് ആക്ച്വലി എന്തിന് കാരണമാവുന്നത്? ഈ ഫോറസ്റ്റ് ഫയറുകൾക്ക് കാരണം. അതും വേണം ചോദിക്കേണ്ടത്. കാലിഫോർണിയ ഫോറസ്റ്റ് ഫയറുകൾക്ക് കാരണമാകുന്ന ഹോട്ട് വിൻഡ്സ് വാം വിൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സാന്റ ആന പറയുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മഴ ഒഴുകി വന്ന് എന്താ പറയുക തീപിടുത്തം ഉണ്ടാക്കി പോകുന്നതുകൊണ്ട് ഇവനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡെവിൾ വിൻഡ്സ്. സാന്റ ആനയെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ഡെവിൾ വിൻഡ് എന്ന് കൂടി വിശേഷിപ്പിക്കാറുണ്ട്. ഡെവിൾ വിൻഡ് എന്ന് കൂടി വിശേഷിപ്പിക്കാറുണ്ട്. ചിനൂക്കിനെ സ്നോ ഈറ്റർ എന്ന് വിളിക്കുന്ന പോലെ ഇവനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഡെവിൾ വിൻഡ്സ് എന്ന് ഓർത്തിരിക്കുക. സാന്റ ആന കണ്ടോ, ഇതാണ് സാന്റ ആന സഞ്ചരിച്ച് വരുന്നൊരു ദിശ എന്ന് പറയുന്നത്. ഡെസേർട്സിൽ നിന്ന് കാലിഫോർണിയ കോസ്റ്റിലേക്ക് വീശി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സാന്റ ആന വിൻഡ്സ്. ആ വരുന്ന വഴിയാണ് പലയിടങ്ങളിലും ഫോറസ്റ്റ് ഫയർ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. 4 സിറോക്കോ. നാലാമത്തെ ആള് സിറോക്കോ. ദേ ആർ വാം ഡ്രൈ വിൻഡ്സ് ഫ്രം ദി അറ്റ്ലസ് മൗണ്ടൻസ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ അറ്റ്ലസ് പർവ്വതത്തിന് ചുറ്റുമായി വീശുന്ന അല്ലെങ്കിൽ അറ്റ്ലസ് പർവ്വതങ്ങളിലൂടെ വീശി പോകുന്ന വാം കാറ്റിന് വിളിക്കുന്ന പേരാണ് സിറോക്കോ, വിച്ച് മെയിൻലി ഇൻഫ്ലുവൻസ് ദി കൺട്രീസ് ലൈക്ക് മൊറോക്കോ, ടുണീഷ്യ, ലിബിയ, അൾജീരിയ എക്സെട്ര. സോ ഈ ഈജിപ്തിൽ ഈ സിറോക്കോ എന്ന് പറയുന്ന കാറ്റിന് മറ്റൊരു പേരിലാണ് അറിയപ്പെടുക ഖാംസിൻ. ഇതാണ് അറിയപ്പെടുക ഖാംസിൻ. അപ്പോൾ ഈജിപ്തിൽ ഖാംസിൻ എന്നറിയപ്പെടുന്ന ഉഷ്ണക്കാറ്റുകളുടെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിറോക്കോ ആണ്. ആരാണ്? സിറോക്കോ ആണ്. They can also reach up to Spain and cause Levanche rains. മഴ ചെറിയ തോതിൽ സ്പെയിന് വരെ പോയി കൃത്യമായിട്ട് ചെറിയ തോതിൽ മഴ പെയ്യിക്കാൻ പോലും ഇവൻ സിറോക്കോ എന്ന കാറ്റുകൾ കാര്യമായേക്കാം. കാരണം ആയേക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിർബന്ധമില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അടുത്തയാൾ ഹർമാറ്റൻ. ആരാണ്? ഹർമാറ്റൻ. Harmattan is a dry, dusty and typically cool to cloud northeasterly winds that blow from the Saharan desert of West Africa to the Gulf of Guinea between November and March. നവംബറിനും മാർച്ചിനും ഇടയിലായിട്ട് എപ്പോഴെങ്കിലും പിന്നെ നമ്മുടെ സഹാറൻ മരുഭൂമിയിൽ നിന്ന് ഗൾഫ് ഓഫ് ഗിനിയയിലേക്ക് വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് ഹർമാട്ടൻ എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഹർമാട്ടൻ എന്ന് സൂചിപ്പിക്കുന്നത്. While it brings very hot, dusty air during day, it is characterized by significantly lower temperatures at night and early morning. സോ ഈ പകൽ സമയത്ത് ഇവന് വളരെയധികം ചൂടുള്ള ഡസ്റ്റുള്ള കാറ്റുകളെ കൊണ്ടുവരുമെങ്കിലും രാത്രി കാലങ്ങളിൽ അത്യാവശ്യം തണുപ്പുള്ള സിറ്റുവേഷൻസ് ആണ് ഇവൻ വീശുന്ന ഭാഗങ്ങളിൽ നമുക്ക് രാത്രിയിൽ കാണാൻ സാധിക്കുക. So this wind bring respite to the poor people, to the people from the sultry conditions and so called as doctor winds. എന്ന് പറഞ്ഞാൽ ഈ സൾട്രി കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കണ്ടീഷൻ എന്നൊക്കെ തന്നെ മീനിങ് ഉള്ളൂ. രാത്രി കാലങ്ങളിൽ ഇവൻ തണുപ്പുണ്ടാക്കുമല്ലോ. ഒന്നാമത് ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ആണ്. സഹാറൻ മരുഭൂമിയിൽ നിന്ന് വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് ഗിനിയ പോലുള്ള സ്ഥലങ്ങളിൽ, ഗൾഫ് ഓഫ് ഗിനിയ പോലുള്ള സ്ഥലങ്ങളിൽ വീശുവാണ്. സോ ഒബ്വിയസ്ലി ഇവൻ്റെ ഈ കാറ്റിൻ്റെ സഞ്ചാരം പകൽ സമയത്ത് ചൂടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും രാത്രി കാലങ്ങളെ താരതമ്യേന ഫേവറബിൾ ആക്കി മാറ്റുന്നത് കൊണ്ട് തന്നെ ഈ ആൾക്കാർക്ക് ഇതൊരു ആശ്വാസം പകരുന്ന വിൻഡായിട്ട് പരിഗണിക്കാറുണ്ട് ഹർമാട്ടനെ. അതുകൊണ്ട് ഇവനെ വിളിക്കുന്ന പേരാണ് ഡോക്ടർ വിൻഡ്. അതുകൊണ്ട് ഇവൻ എന്തെന്നും വിളിക്കും? ഡോക്ടർ വിൻഡ് എന്നും വിശേഷിപ്പിക്കാറുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണോ മക്കളെ? ദിസ് ഇസ് ദി മെയിൻലി നമ്മൾ നോക്കേണ്ട ഹോട്ടായിട്ട് അല്ലെ വാം വിൻഡിനെ പറ്റിയിട്ട്, ലോക്കൽ വിൻഡ്സിനെ പറ്റിയിട്ടാണ് സൂചിപ്പിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ഷമിക്കുക, അഡിക്കസ്. അടുത്ത തന്നെ കോൾഡ് വിൻഡിനെ പറ്റി നോക്കുകയാണ്. കോൾഡ് വിൻഡ്സിൽ ഒന്ന് ബ്ലിസാർഡ്. ഇപ്പോൾ പൊതുവേ വാം കറൻസിനെ പറ്റിയിട്ടാണ് കൂടുതലും ചോദ്യങ്ങൾ. നമ്മളിപ്പോൾ കണ്ടതുമാണ് ചിനൂക്ക്, സാന്റ ആന, ഫോന്, ഹാർമാട്ടൻ, ഇതൊക്കെയാണ് ഒട്ടുമുക്കാലും PSCയുടെ ചോദ്യങ്ങളിൽ പെടുക. കോൾഡ് വിൻഡ്സ് താരതമ്യേന കുറവാണ്. എന്നാലും ആദ്യത്തേത് ബ്ലിസാർഡ്. ബ്ലിസാർഡ് റെഫേഴ്സ് ടു ദി കോൾഡ് വിൻഡ് ദാറ്റ് ബ്ലോ ഫ്രം ദി ആർട്ടിക് സർക്കിൾ ടു ദി നോർത്ത് അമേരിക്ക. ആർട്ടിക് സർക്കിളിൽ നിന്ന്, ആർട്ടിക് വൃത്തത്തിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് വീശുന്ന തണുത്ത കാറ്റുകളെ വിളിക്കുന്ന പേരാണ് ബ്ലിസാർഡ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാ വർഷവും വീശുന്ന സമയങ്ങളിൽ ജീവനഷ്ടം പോലും ഉണ്ടാക്കുന്ന തരത്തിലുള്ള എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട്. 2 ബ്യൂറാൻസ്. ബ്യൂറാൻസ് ആർ കോൾഡ് ആർട്ടിക് വിൻഡ്സ് ദാറ്റ് അഫക്ട് റഷ്യ, എസ്പെഷ്യലി ദി സൈബീരിയൻ റീജിയൻ. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ഈ പറയുന്ന മേഖലയിലിട്ടൊക്കെ പോകുമ്പോഴാണ് കേട്ടോ.
മനുഷ്യവാസമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് റഷ്യയിലാണ്. റഷ്യയുടെ വടക്കേ മേഖലയിൽ സൈബീരിയൻ റീജിയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ മേഖല എന്ന് പറയുന്നത് -48-50 വരെയൊക്കെ താപനില പോവും. മനുഷ്യൻ ജീവിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഈ തണുപ്പിന് കാരണക്കാരനാകുന്നവൻ അങ്ങ് ആർട്ടിക് വൃത്തത്തിൽ നിന്നും വീശുന്ന ഈ തണുത്ത കാറ്റുകളാണ്. പേര് ബ്യൂറൻസ്. അപ്പോൾ ബ്യൂറൻസ് എന്ന് പറയുന്നത് ആർട്ടിക് വൃത്തങ്ങളിൽ നിന്ന് റഷ്യയുടെ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സൈബീരിയൻ പ്രവിശ്യകളിലേക്കും മറ്റും വീശുന്ന തണുത്ത കാറ്റാണെന്ന് മനസ്സിലാക്കുക. ബ്ലിസാർഡ് നോർത്ത് അമേരിക്കയിലേക്ക് ആർട്ടിക് വൃത്തത്തിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റാണ്. അപ്പോൾ രണ്ടും ആർട്ടിക് വൃത്തത്തിൽ നിന്ന് ഏറ്റവും വടക്കേ പോൾ, നോർത്ത് പോളിൽ നിന്ന് വീശുന്ന കാറ്റുകളാണെന്നുള്ളത് വ്യക്തം. 3. മിസ്ത്രൽ. So these are cold winds from the Alps which mainly affect France. They see an increase in their velocity on passing through the Rhone Valley. വേണമെന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. യൂറോപ്പിലെ ആൽപ്സിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റുകളാണ് മിസ്ത്രൽ എന്ന് പറയുക. സോ തണുത്ത കാറ്റുകൾ തന്നെയാണ് ഫ്രാൻസിലേക്ക് വീശുന്ന കാറ്റാണ്. റോൺ വാലി എന്ന് പറഞ്ഞാൽ റോൺ പർവ്വതത്തിൻ്റെ താഴെയുള്ള വാലി. റോൺ വാലിയിലൂടെ ഒഴുകുന്ന സമയത്ത് അവൻ്റെ വേഗത ഒരല്പം കൂടുന്നു എന്നാണ്. ഗൾഫ് ഓഫ് ലയൺ, മെഡിറ്ററേനിയൻ സീയിലേക്കാണ് ഇവൻ ചെന്ന് ഇറങ്ങുക എന്നുള്ളതാണ് മിസ്ട്രൽ ചെന്നിറങ്ങുക. 4. ബോറ. സി ദീസ് ആർ ദി കോൾഡ് ലോക്കൽ വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദി erstwhile യൂഗോസ്ലാവിയ ഇൻ ടു ദി എഡ്രിയാറ്റിക് സീ. യൂഗോസ്ലാവിയ എന്ന രാജ്യത്ത് നിന്ന് എഡ്രിയാറ്റിക് സീയിലേക്ക് വീശുന്ന തണുത്ത കാറ്റുകളെ വിളിക്കുന്ന പേരാണ് ബോറ എന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ബോറ? ഇനി ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് ലോക്കൽ വിൻഡ്സിനെ പറയാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില ലോക്കൽ വിൻഡ്സ് ഇന്ത്യയിലുമുണ്ട്. അതിലൊന്ന് ലൂ ആണ്. ലൂ ആർ വാം സമ്മർ വിൻഡ്സ് ദാറ്റ് ബ്ലോ ഓവർ ദി ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് സമ്മേഴ്സ്. ഉഷ്ണമേഖലാ സമയങ്ങളിൽ അല്ലെങ്കിൽ വേനൽക്കാലത്ത് വടക്കേ ഇന്ത്യൻ സമതലങ്ങളിലൂടെ വീശുന്ന ചൂടുള്ള കാറ്റിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ലൂ എന്ന് പറയുക. They can raise the temperature as high as 45 degrees Celsius and exposure to them can cause heat stroke. സൂര്യതാപം ഏൽക്കുക, ഉഷ്ണതാപം ഏൽക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതിന് പോലും കാരണമായേക്കാവുന്ന തരത്തിൽ അബൌട്ട് 45 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതയുള്ളതാണ് ഈ ലൂ എന്ന് പറയുന്നത്, ഉഷ്ണമേഖലാ കാറ്റെന്ന് പറയുന്നത്. They originate over the Thar desert and Cholistan desert of Pakistan. പാകിസ്ഥാൻ്റെ ചോലിസ്ഥാൻ അതുപോലെ ഥാർ മരുഭൂമി മേഖലകളിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈയുമാണ്, ചൂടുള്ളതും ആണെന്നുള്ളതാണ്. The Cholistan desert, locally called Rohi, is a desert in southern Punjab of Pakistan and extend into Rajasthan of India. 2. ആന്ധി. ആദ്യത്തെ കാറ്റ് നമ്മൾ പഠിച്ചത് ഏതാണ്? ലൂ. 2. ആന്ധി. They are local name for Loo winds in Punjab and Haryana. അപ്പോൾ ആരാണ് ആന്ധി? ആന്ധി പിന്നെ പഞ്ചാബിലും ഹരിയാനയിലും ലൂ എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ച അതേ കാറ്റിന് വിളിക്കുന്ന ലോക്കൽ നെയിമാണെന്ന് മനസ്സിലാക്കുക, ആന്ധി. They can also cause burst of rainfall with lightning and thunder, especially around മെയ് മാസമൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് പ്രീ മൺസൂൺ ഷവേഴ്സ് കിട്ടുന്നുണ്ടാവുന്ന സാഹചര്യം വരും. അടുത്തയാൾ കാൽ ബൈശാഖി. കാൽ ബൈശാഖി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നോർവെസ്റ്റേഴ്സ് എന്ന് പറയുന്നതായിരിക്കും. നോർവെസ്റ്റേഴ്സിൽ കാൽ ബൈശാഖി എന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യക്ക് മുകളിലൂടെ വീശുന്ന കാറ്റുകളാണ്. They are known for severe thunderstorm and heavy lightning along with ultimate rainfall over the Bengal region. ബംഗാൾ റീജിയനിൽ പർട്ടിക്കുലർലി നമുക്ക് ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ വെസ്റ്റ് ബംഗാൾ അതുപോലെ ബംഗ്ലാദേശ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും വലിയ തോതിൽ ഉച്ച കഴിഞ്ഞിട്ട് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് കാരണക്കാരനാകുന്ന കാറ്റുകളെ വിശേഷിപ്പിക്കുന്ന പേരാണ് കാൽബൈശാഖി. ദീസ് വിൻസ് ആർ കോൾഡ് ബർദോളി ചീര ഇൻ ആസം. ആസാമിൽ ഈ പറയുന്ന കാറ്റുകൾ വിളിക്കുന്ന പേരെന്താ? ബർദോളി ചീര എന്നാണ്. ബർദോളി ചീര. ഈ കാറ്റിനെ ബർദോളി ചീരയും കാൽബൈശാഖി എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ വിളിക്കുന്ന പേരാണ്. ബംഗാളിൽ വിളിക്കുന്ന പേരാണ് കാൽബൈശാഖി. അസമിൽ വിളിക്കുന്ന പേര് ബർദോളി ചീര. വേറെ രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ എന്തെന്ന് വിളിക്കാം? നോർവെസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. ഈ കാറ്റിന് എന്ത് വിളിക്കാം? നോർവെസ്റ്റേഴ്സ്. അപ്പം നോർവെസ്റ്റേഴ്സ് ആണ് എസെൻഷ്യലി ആര്? ഈ പറയുന്ന കാൽബൈശാഖി എന്ന് പറയുന്നത്. ബർദോളി ചീര എന്ന് പറയുമ്പോൾ കാൽബൈശാഖി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോർവെസ്റ്റർ. ഓക്കെ, അത് ബംഗാളിൽ ആ നോർവെസ്റ്ററിന് എന്ത് പേര് കൊടുക്കുന്നു എന്ന് മാത്രം. ബംഗാളിൽ നോർവെസ്റ്ററിൻ്റെ പേരാണ് കാൽബൈശാഖി, അസമിൽ അതിൻ്റെ പേര് ബർദോളി ചീര. അങ്ങനെ പഠിച്ചിരുന്നാൽ മതി. 4. മറ്റൊരാൾ മാംഗോ ഷവർ. സി ദീസ് വിൻഡ് ബ്രിങ് പ്രീ മൺസൂൺ ഷവേഴ്സ് ഓവർ കേരള, തമിഴ്നാടു ആൻഡ് കർണാടക. അതായത് മൺസൂൺ വരുന്നതിന് മുമ്പായിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് കേരള കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ഒക്കെ മഴ പെയ്ത് ചൂട് കൂടി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഒരു ചെറിയ ശമനം കൊണ്ടുവന്ന് മാമ്പഴങ്ങൾ പഴുപ്പിക്കുന്നതിന്, റൈപ്പണിങ് ഓഫ് മാംഗോസിന് ഇത് സഹായിക്കും.
അങ്ങനെ മാംഗോസ് റൈപ്പൺ ചെയ്യുന്നതിന് സഹായിക്കുന്ന കാറ്റുകളായതുകൊണ്ടാണ് ഇവൻ എന്ത് വിളിക്കുന്നത്, മാംഗോ ഷവേഴ്സ് എന്ന രീതിയിൽ പേരിട്ട് വിളിക്കുന്നത്. സോ ദേ ആർ ഓൾസോ കോൾഡ് ചെറി ബ്ലോസംസ്, എസ്പെഷ്യലി ഇൻ കർണാടകത്തിൽ. അതുപോലെ തന്നെ ഈ സമയത്തുണ്ടാകുന്ന ഈ കാറ്റുകൾ ഈ കാപ്പി ചെടി ഉണ്ടല്ലോ, കോഫി പ്ലാന്റ്സ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, കർണാടകയാണ്. ആ കർണാടകയിലെ കോഫി ചെടികളെ പൂവിടുന്നതിന് സഹായിക്കുന്നതും ഈ സമയത്ത് വീശുന്ന മഴക്കാറ്റുകളാണെന്നുള്ളത് കൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കാറുണ്ട് കർണാടകത്തിൽ, ചെറി ബ്ലോസംസ് എന്ന രീതിയിലും വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. ചെറി ബ്ലോസം, മാംഗോ ഷവർ ഒരേ സമയത്തിന് ഉണ്ടാകുന്ന കാറ്റുകളാണ്, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത കാറ്റുകളാണ് കേട്ടോ. ചെറി ബ്ലോസം എന്നും വിളിക്കുന്നുള്ളതാണ്. റൈറ്റ്, യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ഡിസ്കഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടലി ഈ വിൻസ് എന്ന് പറയുന്ന ഏരിയ, റീജിയണൽ, ലോക്കൽ, ഗ്ലോബൽ, കംപ്ലീറ്റ് സീസണലും ലോക്കലും ഗ്ലോബലും ഒക്കെ ആയിട്ടുള്ള വിൻഡുകളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡിസ്കഷൻസും ആയി പോയിട്ടുണ്ട്. ഇത്രയും മതിയാവും നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടി. സോ നമ്മളിന്ന് നോക്കിയത് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്ന നമ്മൾ നോക്കിയത് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ പറ്റി മനസ്സിലാക്കി. വെസ്റ്റേൺ ഇന്ത്യൻ ഓഷനിലും ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷൻ റീജിയനിലുമായിട്ട് സംഭവിക്കുന്ന സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലെ താപനിലയിലെ വ്യത്യാസം കാരണം മഴ ഇന്ത്യക്ക് കൂടുതൽ കിട്ടുന്നതും കുറവ് കിട്ടുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സാഹചര്യത്തെ മനസ്സിലാക്കിയതാണ്. പോസിറ്റീവ് IOD ആണെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ മഴയും, നെഗറ്റീവ് IOD ആണെങ്കിൽ ഇന്ത്യയിൽ കുറവ് മഴയും ലഭിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചു. അതും എല്ലിനോയുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം, എല്ലിനോ അല്ലെങ്കിൽ ലാനിനയും എത്രത്തോളം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുവെന്നും, അത് മീൻസ് അത് രണ്ട് തമ്മിലുള്ള എന്താ പറയുക, രണ്ടും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇന്ത്യക്ക് കിട്ടുന്ന മഴയുടെ ലഭ്യതയും മറ്റുമൊക്കെ എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊരു ടേബിൾ ആർ കോളം വെച്ചിട്ട് ഡിസ്കസും ചെയ്തിട്ടുണ്ടായി. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ പഠിച്ചു. അതുപോലെ മെഡൻ ജൂലിയൻ ഓസിലേഷൻ പോലുള്ളൊരു ഗ്ലോബൽ ഫിനോമിനൻ, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സർക്കുലേഷനാണ് മെഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് സൂചിപ്പിച്ചു. അതിലും ഒരു ആക്റ്റീവ് ഫേസും ഒരു ഇനാക്റ്റീവ് ഫേസും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ആക്റ്റീവ് ഫേസ് കൂടുതൽ മഴ കൊണ്ടുവരുന്ന ഒരു വെറ്റ് ഫേസ് ആയിട്ടും, ഇനാക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് ഒട്ടും തന്നെയും മഴ പെയ്യിക്കാത്ത ഒരു ഡ്രൈ സ്പേസ് ആയിട്ടും അല്ലെങ്കിൽ ഡ്രൈ ഫേസ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരു റീജിയനിലായിട്ട് മാത്രം സ്പെസിഫിക് ആയിട്ട് കാണുന്നതല്ല മെഡൻ ജൂലിയൻ ഓസിലേഷൻ. അതൊരു കണ്ടിന്യൂസ് സർക്കുലേഷനിലുള്ള ഒരു കറണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. ശേഷം നമ്മൾ നോക്കിയത് റീജിയണൽ വിൻസിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളായിരുന്നു. റീജിയണൽ വിൻസിൽ തന്നെ വാം കറൻസ് അല്ലെങ്കിൽ വാം വിൻസും ഉണ്ട്, കോൾഡ് വിൻഡും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. വാം വിൻസിലും ഇപ്പോൾ ചിനൂക്ക്, ഹർമാട്ടനൊക്കെ പോലുള്ള തരത്തിലുള്ള ഫോൺ, പിന്നെ സാന്റ ആന പോലുള്ള വിൻഡുകളെ പഠിച്ചു. കോൾഡ് വിൻസിലും നമ്മൾ പഠിച്ചു. പിന്നെ റീജിയണൽ വിൻസ് ഇൻ ഇന്ത്യ എന്നതിനെയും ജസ്റ്റ് ഒന്ന് നോക്കി വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ആകെ മൊത്തം ഒരു എന്താ പറയുക, ഒരു ചുരുക്കം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി, മനസ്സിലായിട്ടുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു കണ്ടന്റുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം മക്കളെ. നന്നായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റട്ടെ, നന്നായി പഠിച്ച് മുന്നോട്ട് പോകട്ടെ. ഓക്കെ, സോ മാക്സിമം ക്വസ്റ്റ്യൻസോടുകൂടി ചെയ്ത് തന്നെ പോവാം. ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡിസ്കഷൻസും അതിനുശേഷം വരുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പരമാവധി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ എക്സാം റെഡി. ഗോ ആൻഡ് റൈറ്റ് യുവർ എക്സാം. യു വിൽ ബി വെരി മച്ച് എന്താ പറയുക ഇൻ യുവർ ലിസ്റ്റ്. സോ ഓൾ ദി ബെസ്റ്റ് എവരി വൺ. അടുത്ത ദിവസം കാണാം നമുക്ക്. താങ്ക് യു. ബൈ.